aromamari.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamari.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സണ്ണി CP അവറുകളാണ്. സംഭവബഹുലമായ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും അരോമ TV പ്രേക്ഷകരോടൊപ്പം അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. കഴിഞ്ഞ ചില നാളുകൾക്ക് മുൻപ് ബീഹാറിൽ സുവിശേഷ വിരോധികളുടെ അതിക്രൂരമായ പീഡനത്തിന് ഇരയായ കർത്തൃദാസൻ തൻ്റെ ഹൃദയത്തെ തുറക്കുകയാണ് അരോമയോട്. തീർച്ചയായിട്ടും ഈ സാക്ഷ്യം നമ്മളെല്ലാവരും കാണുകയും കേൾക്കുകയും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുവാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. സുവിശേഷ വിരോധികൾ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്ന ഇടത്തു നിന്ന് അദ്ദേഹത്തെയും ഭാര്യയെയും സഹപ്രവർത്തകനെയും പിടിച്ച് പുറത്തിറക്കി വഴിയിലൂടെ വലിച്ചിഴച്ച് അതിദാരുണമായി പീഡിപ്പിച്ച് അദ്ദേഹത്തെ ഉപദ്രവിച്ചതായ സംഭവം ലോക മാധ്യമങ്ങളിലൂടെ ശ്രദ്ധ നേടിയതാണ്. ആ സംഭവം അദ്ദേഹം നമ്മോട് വിവരിക്കുന്നു. ആകയാൽ ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സണ്ണി CP അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ TV പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളു. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സമയം ദൈവസന്നിധിയിൽ സാക്ഷിയെ അറിയുവാൻ അരോമ TVയോട് ചേർന്ന് ഇങ്ങനൊരു അവസരം നൽകി തന്ന കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. ഇതിൻ്റെ പ്രവർത്തകരെ, സംഘാടകരെ എല്ലാം അവർക്ക് ഞാൻ ദൈവത്തെ സ്തുതി നന്ദി പറയുന്നു. എൻ്റെ പേര് പാസ്റ്റർ സണ്ണി CP എന്നാണ്. എൻ്റെ സ്വദേശം കോട്ടയത്ത് മുട്ടുചിറ എന്ന പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. എൻ്റെ ബാല്യകാലം എൻ്റെ പിതാവ് ഒരു പാസ്റ്ററാണ്, മാതാവ് ഒരു സുവിശേഷകരായിരുന്നു. ഞങ്ങൾ 5 മക്കളാണ്. അതിൽ രണ്ടാമത്തെ ആളാണ് ഞാൻ. 5 പേരും ഈ സുവിശേഷ വേലയിൽ തന്നെയാണ്. എനിക്ക് എല്ലാവരും തന്നെ നോർത്ത് ഇന്ത്യയിലാണ്. ഒരാൾ മാത്രമേ ഇപ്പോൾ നാട്ടിൽ, അതായത് കേരളത്തിൽ സുവിശേഷ വേല ചെയ്യുന്നുള്ളൂ. ഞങ്ങൾ IPC പ്രസ്ഥാനത്തോട് ചേർന്നാണ് എൻ്റെ പിതാവ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ അങ്ങനെ IPCയുടെ മെമ്പേഴ്സാണ് ശരിക്കും. IPCയുടെ എന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് എൻ്റെ ഗ്രാൻഡ് ഫാദറാണ് ഈ ഞങ്ങളുടെ ദേശത്തെ ആദ്യകാല സുവിശേഷകന്മാരിൽ ഒരാളായിരുന്നു. അദ്ദേഹം ഏതാണ്ട് 63 വർഷങ്ങൾക്ക് മുൻപ് കോട്ടയത്തുള്ള കല്ലറ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് സുവിശേഷ വിരോധികൾ എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെയുള്ള ആൾക്കാരുടെ മർദ്ദനമേറ്റ് അന്നത്തെ കാലത്ത് ഒരു മരുന്ന് ചെയ്യാത്ത അത്ര ഒരു വിശ്വാസത്തിന്റെ തീഷ്ണതയുള്ള കാലമായതുകൊണ്ട് അദ്ദേഹം മരുന്നെടുക്കുക അങ്ങനെ ചെയ്തില്ല. അങ്ങനെ വീട്ടിൽ വന്ന് ശരീരം മൊത്തം നീര് കയറി ഇന്റേണൽ ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം മാറ്റപ്പെടുവാനും, അതായത് കർത്താവിന്റെ സന്നിധി ചേർക്കപ്പെടുവാനിടയായിത്തീർന്നു. ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഏറ്റവും മൂത്ത മകൻ എൻ്റെ രണ്ടാമത്തെ മോനാണ്. എൻ്റെ പിതാവൊക്കെ 8 പേരാണ്. അവര് മിക്കവാറും എല്ലാവരും തന്നെ സുവിശേഷ വേലയിലാണ്, വേലക്കാരാണ്. ഞങ്ങൾ മക്കൾ 5 പേരാണ്. ഞങ്ങളും എല്ലാവരും സുവിശേഷ വേലക്കാരാണ്. ഞാൻ ഏതാണ്ട് 91-ലാണ് രക്ഷിക്കപ്പെടുന്നത്.
അതുവരെ ഞാൻ സെൻട്രൽ സ്കൂൾ പഠിച്ചിട്ടുണ്ട്. PAP അംഗമായിരുന്നു. സെൻട്രൽ സ്കൂൾ പഠിപ്പിക്കുമായിരുന്നു, എല്ലാം ചെയ്യും. എന്നാൽ പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് യേശുവിനെ ഞാൻ ഹൃദയത്തിൽ സ്വീകരിച്ചത് രക്ഷിതാവായി 91-ലാണ്. അത് ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നത്, നമ്മൾ രാജീവ് ഗാന്ധി കൊലപാതകം ചെയ്യപ്പെടുന്ന ആ സമയത്ത് ഞാൻ ചെറിയ രാഷ്ട്രീയ ബന്ധങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന സമയമാണെന്ന് അതിൻ്റെ ആ ദുഃഖാചരണത്തിൽ എനിക്ക് 2-3 ദിവസത്തെ ആ പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വരുന്നു. ഞാൻ അങ്ങനെ ശരിക്കും രക്ഷിക്കപ്പെടാത്ത ആളായതുകൊണ്ടും എൻ്റെ പിതാവും ആ സഹോദരങ്ങളെല്ലാം പാഴ്സലേജിൽ താമസിക്കുന്നത് കൊണ്ടും ഞാൻ പലപ്പോഴും അവിടെ നിന്ന് ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ പോയി താമസിക്കുന്ന ബന്ധുവീടുകളിലും കൂട്ടുകാരുടെയൊക്കെ അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവമായിരുന്നു. ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വരുമ്പോഴാണ് അവിടെ ഒരു പ്രവാചകനായിട്ടുള്ള ദിവസം ഉണ്ടായിരുന്നു. അദ്ദേഹം 3 ദിവസം ഉപവാസ പ്രാർത്ഥന കഴിയുന്ന ദിവസമാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അദ്ദേഹം എന്നോട് പേഴ്സണലായിട്ട് സംസാരിക്കുകയും അങ്ങനെ എൻ്റെ ഉള്ളിലൊരു ഭയം തട്ടുകയും അങ്ങനെ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ഭയം, അങ്ങനെയാണ് ഞാൻ എന്നെ സമർപ്പിക്കുന്നു, ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അങ്ങനെ 91 ഞാൻ ഗ്രേസ് ബൈബിൾ കോളേജിൽ ഹരിയാനയിൽ ബൈബിൾ പഠിക്കാനായിട്ട് പോകുന്നു. അപ്പോൾ പോകുമ്പോൾ എൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ അന്നെനിക്കിവിടെ ഞാൻ ആദ്യം ഓർക്കുന്നത് രാഷ്ട്രീയപരമായും മറ്റു പല ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറണം. ബൈബിൾ സ്കൂളിൽ പോയാൽ കുറച്ച് ഇംഗ്ലീഷ് പഠിക്കാം. ആ ഒരു കാഴ്ചപ്പാടിൽ മാത്രമാണ് ഞാൻ ബൈബിൾ സ്കൂളിൽ പോകുന്നത്. എന്നാൽ അവിടെ ചെന്നതിന് ശേഷം ഫസ്റ്റ് ഇയറിൽ ഏകദേശം വലിയ വ്യത്യാസമൊന്നുമില്ല, അങ്ങനെ കടന്നുപോയി. സെക്കൻഡ് ഇയറിലാണ് ആ സമയത്താണ് ഞാനിതുപോലെ എന്നെ ദൈവസഭയിൽ സമർപ്പിക്കുന്നത്, കൃത്യമായിട്ട് സുവിശേഷ വേലയ്ക്ക് സമർപ്പിക്കുന്നത്. അത് പാസ്റ്റർ PN തോമസ് കാശ്മീർ KEF കാശ്മീർ ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പിലെ PN തോമസ് അപ്പച്ചൻ, ഞങ്ങളെ PN തോമസ് അപ്പച്ചൻ എന്നാണ് പറയുന്നത്. അപ്പച്ചൻ അവിടെ വന്ന് സുവിശേഷത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും മറ്റും ഇങ്ങനെ പറയുവാനിടയായി. ഓരോ സ്റ്റേറ്റിനെ കുറിച്ചും അതിൻ്റെ സ്ഥിതികളെക്കുറിച്ചും എല്ലാം ഇങ്ങനെ അപ്പച്ചൻ വളരെ വ്യക്തമായിട്ട് നല്ലൊരു പിക്ചർ ബൈബിൾ സ്കൂളിൽ ഇങ്ങനെ പ്രസംഗിക്കുന്ന സമയത്ത് പറയുകയും അങ്ങനെ എൻ്റെ ഉള്ളിൽ ദൈവം സംസാരിക്കുക. അങ്ങനെ ഞാൻ നോർത്ത് ഇന്ത്യക്ക് വേണ്ടി സമർപ്പിക്കുകയും ചെയ്തു. 91 ഞാൻ അവിടെ നിന്ന് 94 ഗ്രാജുവേറ്റ് ചെയ്ത് ഞാൻ പഞ്ചാബിലേക്ക് പോയി. പഞ്ചാബിൽ ചെന്ന് ഓപ്പറേഷൻ അഗപ്പ എന്ന് പറയുന്ന സംഘടനയോട് കൂടിയാണ് ഞാൻ ആദ്യം വർക്ക് ചെയ്യുന്നത്. അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ പലപ്പോഴും ഞാനിങ്ങനെ ശാരീരികമായിട്ടുള്ള ഉപദ്രവം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഓപ്പറേഷൻ അഗപ്പയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നാബയിൽ വെച്ചിട്ട് ഒരു സബ്ജി മണ്ടിയിൽ പച്ചക്കറി മാർക്കറ്റിൽ ട്രാക്ട് കൊടുക്കും. അപ്പോൾ എനിക്ക് ശരിക്കും ഹിന്ദി അങ്ങനെ അറിയില്ല, പഞ്ചാബി അറിയില്ല, മലയാളം ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന ഒരു രീതിയായിരുന്നു. അങ്ങനെ ചെന്ന് ബജാറിൽ കയറുമ്പോഴാണ് ആദ്യമായിട്ട് തന്നെ BJPക്കാർ പിടിക്കുകയും ദൈവം അത്ഭുതകരമായിട്ട് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. വീണ്ടും അവിടുന്ന് ഫ്ലോറിൽ വന്ന് വർക്ക് ചെയ്യുന്നു. അവിടെ വെച്ച് ട്രാക്ട് കൊടുക്കുന്ന സമയത്ത് വീണ്ടും ഞാനിങ്ങനെ അവിടെ വെച്ച് മർദ്ദനം വെക്കാനിടയായി. അതിനുശേഷം വീണ്ടും അവിടെ നിന്ന് പിന്നീട് ഞാൻ പാകിസ്ഥാൻ്റെ ബോർഡറിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പിന്നീട് ഈ ഓപ്പറേഷൻ ആയിട്ടുള്ള ബന്ധങ്ങളൊക്കെ വിട്ട് ഗോസ്പൽ ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞൊരു സംഘടന, അത് അവിടെ ഞങ്ങൾ ഗ്രേസ് ബൈബിൾ കോളേജിൽ നിന്ന് വന്ന ചില സഹോദരങ്ങൾ ഒരുമിച്ച് കൂടി രജിസ്റ്റർ ചെയ്ത സംഘടനയാണ്. അങ്ങനെ അതിൻ്റെ ഒരു പ്രവർത്തനത്തിലുള്ള ബന്ധത്തിലായിരുന്നു ഞങ്ങൾ ആ സമയത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ കടന്നു പോയിട്ട് വരുമ്പോഴും ഇതുപോലെ സ്ഥലത്ത് അത് ആ പ്രദേശം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 14 ഗ്രാമങ്ങളാണ് ഹുജ് നദിക്കും ദിവ് നദിക്കും ഇടയിൽ പാകിസ്ഥാന്റെ ബോർഡറോട് ചേർന്ന് ഇന്ത്യക്കുള്ളത്. അതിൻ്റെ ഒരു ഭാഗത്ത് പാകിസ്ഥാനാണ്, മറ്റൊരു ഭാഗത്ത് ജമ്മു കാശ്മീരിന്റെ ബോർഡറാണ്. ആ ഭാഗത്താണ് ഞങ്ങൾ ഗുരുദാസ്പൂർ ജില്ലയാണ്. അപ്പോൾ ഞങ്ങൾ വർക്ക് ഗുരുദാസ്പൂർ ആണെങ്കിലും ഞങ്ങൾ ഗുരുദാസ്പൂർ നല്ല ദൂരമാണ്. ഞങ്ങൾ പോകുന്നത് ജമ്മുവിലെ കട്ടുവയിലേക്കാണ് ഏതൊരു ആവശ്യം പോകുന്നത്. ആ ഭാഗത്ത് വെച്ച് അവിടെ വെച്ച് ഇങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ എനിക്ക് ഉപദ്രവമായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ ആരോടും പറഞ്ഞിരുന്നില്ല. അങ്ങനെ പറയുന്നതിനോട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം കർത്താവിന് വേണ്ടിയാണല്ലോ. ഈ സാക്ഷി പോലും ഞാൻ നാട്ടിൽ വന്ന സമയത്ത് ഈ കാര്യങ്ങളൊന്നും പറയാറുണ്ടായിരുന്നില്ല. കാരണം ദൈവത്തിന് വേണ്ടി സാധിച്ചത് മറ്റാരും അറിയരുതും, അങ്ങനെ ഒരു താല്പര്യം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അതാരോടും പറഞ്ഞില്ല. അങ്ങനെ നാട്ടിൽ വരികയും 99
ഞാൻ വിവാഹിതനായി. എൻ്റെ വൈഫിൻ്റെ പേര് കൊച്ചറാണി എന്നാണ്. പുള്ളിക്കാരത്തി പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞൊരു പ്രൊഫഷണൽ ഡിഗ്രിയൊക്കെയുള്ള ഒരു സഹോദരിയാണ്. ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. പല സമയങ്ങളിലും യൂണിവേഴ്സിറ്റിയിലും അതുപോലെ ഹയർ സെക്കൻഡറി സ്കൂളിലൊക്കെ ടീച്ചറായിട്ടൊക്കെ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു സമയമായിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞ് അദ്ദേഹം ജോലിയൊക്കെ വിട്ടിട്ടാണ് വീണ്ടും പഞ്ചാബിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് പോകുന്നത്. അവിടെ പോകുന്ന സമയത്ത് ഞാൻ വൈഫിനോട് പറഞ്ഞു, ഒരു കാരണവശാലും സുവിശേഷ വരെയുള്ള കഷ്ടതയും പ്രയാസവും നമ്മുടെ വീട്ടിൽ ആരും അറിയാൻ പാടില്ല. വേറെ ഒരു ഡിമാൻഡും എനിക്കില്ല. അങ്ങനെ ഞങ്ങൾ പോയി. എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഇന്ന് വരെയും പുള്ളിക്കാർക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ 100% അതിൽ വിശ്വസ്തയായിരുന്നു. ഒരുപാട് കഷ്ടതയും പ്രയാസങ്ങളും പഞ്ചാബിലായിരിക്കുന്ന സമയത്ത് ഞാൻ അനുഭവിച്ചു. പഞ്ചാബിൽ ഞങ്ങൾ ഗുരുദാസ്പൂർ ജില്ലയിൽ വെച്ച് ഞാൻ പറഞ്ഞ വിവാഹത്തിന് മുമ്പ് ഞാൻ 2 പ്രാവശ്യം അടി കൊണ്ടിട്ടുണ്ട്. അതുപോലെ വിവാഹം കഴിഞ്ഞിട്ട് മാൻസ മണ്ടി, ആ സ്ഥലത്തിൻ്റെ പേര് മാൻസ എന്നാണ്. മാൻസയിൽ വർക്ക് ചെയ്ത സമയത്ത് ഞങ്ങൾ ഒരു കുഷ്ഠരോഗാശ്രമത്തിൽ വർക്കുണ്ടായിരുന്നു, സ്ലമ്മിലുണ്ടായിരുന്നു. അങ്ങനെ ചെറിയൊരു സ്കൂള് തുടങ്ങിയിട്ടാണ് നമുക്ക് അവിടെ നിൽക്കുന്നതിന് വേണ്ടിയിട്ട്. അതൊരു വരുമാന മാർഗമേ അല്ലായിരുന്നു, ഞങ്ങൾക്ക് വരുമാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് ഒരു പേരിന് വേണ്ടി മാത്രമുള്ള ഒരു സ്കൂളായിരുന്നു. അതിനെ ഡെവലപ്പ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചു, പിന്നെ ഡെവലപ്പ് ആക്കുകയുള്ളൂ. പക്ഷെ അതിൻ്റെ കെയർ ഓഫിൽ ഞങ്ങൾ പല സ്ഥലങ്ങളിൽ നമുക്ക് പോകാൻ ഉള്ള മാധ്യമം എന്ന് മാത്രം ആ സ്കൂളിനെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടത്. എന്നാൽ മറ്റ് സംഘടനകളിൽ നിന്നുള്ള ബന്ധങ്ങളെല്ലാം വിട്ടതുകൊണ്ട് ഫിനാൻഷ്യൽ സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആഴ്ചകളോളം പട്ടിണി അനുഭവിക്കുകയും വളരെ പ്രയാസത്തോടെ ആഴ്ചകൾ കടന്നുപോയി. ഏതാണ്ട് 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫിനോട് ചോദിച്ചു, നമുക്ക് എന്തെങ്കിലും കഞ്ഞി കുടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ കഞ്ഞിവെള്ളം കുടിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് എന്നോട് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു, നമ്മളൊരിക്കലും നീ എന്നോടല്ല ചോദിക്കേണ്ടത്, സുവിശേഷ വിലയ്ക്ക് വിളിച്ചാൽ ദൈവത്തോടാണ് ചോദിക്കുന്നത്, കർത്താവാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ സമയങ്ങളിൽ ഞാൻ ഓർക്കുന്ന പുള്ളിക്കാർക്ക് ബെഡിൽ കിടക്കുകയുള്ളൂ. കാരണം ആഹാരം കഴിക്കാതെ 2 ആഴ്ചയോളം 2.5 ആഴ്ചയോളമായി. എഴുന്നേക്കാൻ ബലമില്ല. ഞാൻ പതിയെ കയ്യിൽ പിടിച്ചെഴുന്നേൽപ്പിച്ച് ടോയ്ലറ്റിൽ കൊണ്ടിരുത്തും. അതിനുശേഷം വീണ്ടും പിടിച്ചെഴുന്നേൽപ്പിച്ച് കട്ടിലേക്ക് കൊണ്ട് കിടക്കും. ആ ഒരു സ്ഥിതിയിലേക്കായി പോയത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. എന്തിനാ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ച് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ചേട്ടൻ CP രാജു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കഴിഞ്ഞ 2 ആഴ്ച മുതൽ ജയിലിൽ കിടന്നാണ്. അലഹബാദിൽ AG വർക്കാറാണ് അദ്ദേഹം. അദ്ദേഹം ഞങ്ങളെ കാണാനായിട്ട് പഞ്ചാബിൽ വരികയും അല്പം പച്ചക്കറികളും അവർ സാധനങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങളെ കാണാനായിട്ട് വരികയൊക്കെ ചെയ്തു. എനിക്ക് അതൊരു ബ്രേക്ക് ത്രൂ ആയിരുന്നു. അദ്ദേഹം ഞങ്ങളോട് താമസിച്ച് പ്രാർത്ഥിച്ച് പോയതിനു ശേഷം വീണ്ടും ഞങ്ങൾ ആ പ്രദേശത്ത് തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും 2000-ലായപ്പോൾ ഞങ്ങൾക്കൊരു മോളുണ്ടായി. ആഷ്ലി എന്നാണ് അവളുടെ പേര്. എൻ്റെ കൂടെ സ്വപ്പൻ മന്ന എന്ന് പറയുന്ന ഒരു ബ്രദർ ഉണ്ടായിരുന്നു. അദ്ദേഹം ആണ് എൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ എനിക്ക് മോളുണ്ടാകുന്ന സമയത്ത് നാട്ടിലേക്ക് എൻ്റെ വൈഫ് പ്രസവത്തിന് പോയി. ചില കോംപ്ലിക്കേഷൻസ് ഒക്കെ കൊണ്ടാണ് ഞാനും ആ നാട്ടിൽ വരേണ്ടി വന്നു. അങ്ങനെ വീണ്ടും ഞാൻ സ്വപ്പൻ മന്നയെ ഞാൻ ആ വർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നത്. അദ്ദേഹം ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. കിഡ്നി ഫെയിലിയറായിട്ട് അദ്ദേഹം മാറ്റപ്പെടുവാനിടയായി. അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളുണ്ട്. ബംഗാളികളാണ് അവർ. ഞാൻ വർക്ക് പിന്നീട് മറ്റു ദേവദാസന്മാർ ആ ദേശത്ത് വരികയും പ്രവർത്തനം നല്ല രീതിയിൽ അവിടെ വർക്ക് നടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വീണ്ടും നാട്ടിൽ വന്ന് കുഞ്ഞുണ്ടായി. അതിനുശേഷം കുഞ്ഞിന് അസുഖം വന്നു. ആ രോഗത്തിൽ കുറച്ച് നാളുകൾ പഞ്ചാബിലേക്ക് പോകാൻ പറ്റാതെ വന്നു. വീണ്ടും ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് അട്ടപ്പാടി സെൻറ്ററിൽ IPC അട്ടപ്പാടി സെൻറ്ററിൽ ഞങ്ങളെ ക്ഷണിക്കുകയും ഞങ്ങളങ്ങനെ അവിടെ പോയി വർക്ക് ചെയ്യാനിടയായി. ഞാനത് അട്ടപ്പാടിയിലേക്ക് പോകുന്നതിനോട് അത്ര താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം ഞാൻ പഠിച്ചതും വർക്ക് ചെയ്തതും പരിചയിച്ചതുമെല്ലാം നോർത്ത് ഇന്ത്യയിലായിരുന്നുകൊണ്ട് എനിക്ക് കേരളത്തിലെ വർക്കിനോട് അങ്ങനെ താല്പര്യമുണ്ടായിരുന്നില്ല. എങ്കിലും
ഞങ്ങൾ അട്ടപ്പാടിയിൽ പോയി. അട്ടപ്പാടിയിൽ ചെല്ലുമ്പോൾ അന്ന് അട്ടപ്പാടിയുടെ സാമ്പത്തിക സ്ഥിതികൾ നമുക്കറിയാം. അനീമിയ ബാധിച്ച് പോഷകാഹാരക്കുറവ് കൊണ്ട് അനേക നവജാത ശിശുക്കൾ മരിക്കുന്നു നമ്മൾ പേപ്പറുകളിലൊക്കെ ഇന്നും നമ്മൾ കേൾക്കുന്ന ഒരു സ്ഥലമാണ്. സർക്കാർ നല്ല ഫണ്ട് അട്ടപ്പാടിക്ക് വേണ്ടി ചെലവാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്നും ആദിവാസി സഹോദരങ്ങളുടെ ഇടയിൽ അനീമിയ ബാധിച്ച് കുഞ്ഞുങ്ങൾ മരിക്കുന്നത് സാധാരണമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം ഞങ്ങൾ അവിടെ ചെന്നു. ഞങ്ങളുടെ മോള് 2 വയസ്സ് ആയി. വീണ്ടും ഒരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ ഒരു കുഞ്ഞ് വൈഫൊക്കെ കാര്യങ്ങായി. എന്നാൽ അന്നത്തെ ഒരു ചർച്ചിൽ നിന്ന് മറ്റൊരു ചർച്ചിലേക്ക് ഞങ്ങൾക്കന്ന് സ്ഥലം മാറ്റം വന്നു. പുതിയ സ്ഥലം എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ ഒരേ ഒരു ഫാമിലി ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഞങ്ങൾ അവിടെ നിന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആഹാരക്കുറവ് മൂലം വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചു. അങ്ങനെ രണ്ടാമത് ഉണ്ടായ കുഞ്ഞ് വളരെ ക്രിട്ടിക്കൽ അനേക പ്രശ്നങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകേണ്ടി വന്നു. എന്നാൽ ചുരുക്കി പറയട്ടെ, അദ്ദേഹം ആ കുഞ്ഞ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ മരണപ്പെടുവാനിടയായി. അപ്പോൾ ഏതാണ്ട് 4-5 മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറയാൻ തുടങ്ങി, പോഷകാഹാരക്കുറവുണ്ട്, ആ കുഞ്ഞിന് വളർച്ചയില്ല, നിങ്ങൾ നല്ല ആഹാരം കഴിക്കണം. എന്നാൽ അന്ന് അട്ടപ്പാടിയിലെ വിശ്വാസികൾ വളരെ ദരിദ്രമായ അവസ്ഥയിൽ ജീവിക്കുന്ന കാലഘട്ട സമയം. അതുകൊണ്ട് അവർ ഞങ്ങളെ സ്വന്തം സഹോദരങ്ങളെ പോലെ സ്നേഹിക്കുന്ന വിശ്വാസികളാണ് അട്ടപ്പാടിയിലുള്ളത്. വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരാണ്. എന്നാൽ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കമായതുകൊണ്ട് അവർക്ക് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കില്ല. പട്ടിണിയും പ്രയാസങ്ങളും ഒക്കെ കാരണം അങ്ങനെ ആ കുഞ്ഞ് ഞങ്ങൾ നഷ്ടപ്പെടുവാനിടയായി. വീണ്ടും ഞാൻ അട്ടപ്പാടിയിൽ അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എനിക്കൊരു ദർശനം തന്നു. ആ ദർശനത്തിന് 2 ഭാഗമുണ്ട്, 2 പാർട്ടുണ്ട്. അപ്പോൾ ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആ വർക്ക് ചെയ്യുന്ന ഏരിയ, ഞാൻ താമസിക്കുന്ന വീട്, അതെല്ലാം ഞാൻ ആ ദർശനത്തിൽ കണ്ടു. അപ്പൊ അത് കണ്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ മറ്റൊരു സൈഡിൽ നിന്ന് ഒരു വലിയ മലനിരകളാണ്. അപ്പൊ അവിടെ നിന്ന് ഒരാൾ വന്നു, എനിക്ക് നല്ല പരിചയമുള്ള ഒരാളാണ്. അദ്ദേഹം എന്നോട് വന്ന് പറയുകയാണ്, നീ അവിടെ വന്നാൽ ഇഷ്ടംപോലെ ജോലി കിട്ടും എന്ന് ഞാൻ പറയാനിടയായി. ഇഷ്ടംപോലെ വർക്ക് കിട്ടുമെന്ന് പറയാൻ, വർക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ ഫീൽഡ് ഉണ്ട് അങ്ങനെ പറയാനിടയായി. ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു പെട്ടെന്നൊരു വിവിധത വന്നിട്ടാണ് ഈ ദർശനം പോലെ കാണുകയും എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്. പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റു. എൻ്റെ വൈഫിൻ്റെ ഒരു കൊച്ചറാണി എന്നാണ്. ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, ഞാൻ ഈ ഒരു ദർശനം കണ്ടു, നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഏകദേശം പ്രാർത്ഥിച്ചു. ഏകദേശം 1 വർഷമാകുന്ന സമയത്ത് വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഞങ്ങൾക്കൊരു ഓഫർ വന്നു. ഓഫർ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു സഹോദരൻ, ഞാൻ ജമ്മുവിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു സഹോദരൻ എന്നെ വിളിച്ചു. എനിക്കന്നൊരു ഫോൺ കിട്ടിയിട്ട് അധികം ദിവസം ആയിരുന്നില്ല. 1-1.5 മാസമേ ആയുള്ളൂ. അന്നിങ്ങനെ ഇന്നത്തെ പോലത്തെ ഫോണൊന്നും അല്ലല്ലോ, അന്ന് ആരുടെ നമ്പർ എനിക്കില്ല. പക്ഷെ എൻ്റെ ഈ ഫോണിലേക്ക് ഒരു കോൾ വന്നു. എനിക്ക് അത്ഭുതം തോന്നി, എവിടെ നിന്നാണ്, ആരാണ് വിളിക്കുന്നത്? അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ബംഗാളിൽ ഒരു ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കാനും ചർച്ചിലും ഒക്കെ ആയിട്ട് ഒരാളെ അവർക്ക് ആവശ്യമുണ്ട്, എങ്ങനെയാണ്, താല്പര്യമുണ്ടോ പോകുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം. അങ്ങനെ ഞങ്ങൾ 2 ദിവസം പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് താല്പര്യമുണ്ട് പോകാനായിട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒരു നമ്പർ തന്നു. അങ്ങനെ ആ നമ്പറിൽ ഞാൻ വിളിച്ച് അങ്ങനെ IGT ബംഗാളിൽ ബാഗ്ഡോറിൽ പാസ്റ്റർ മാമഡ് ജോസഫ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹവുമായിട്ട് സംസാരിച്ച് അങ്ങനെ അവരുടെ ടീമുമായിട്ട് ചേർന്ന് PGTയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് ഞാൻ അവിടെ ചെന്നു. രാത്രി 12 മണിയായപ്പോൾ ഞാൻ അവിടെ NJP റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. അവിടുന്ന് രാത്രി ഞങ്ങളെ കൊണ്ടുപോയി ഒരു വീട്ടിൽ താമസിപ്പിച്ചു. അത് ടിന്നൊക്കെ അടിച്ചിട്ട്, ഞാൻ ദർശനത്തിൽ കണ്ടത് അങ്ങനെ ഒരു വീടാണ്. ടിന്ന് മേൽക്കൂരയും ടിന്ന് കൊണ്ട് ഉണ്ടാക്കിയ ഒരു വീടും. അപ്പൊ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു വീട് കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ നോർത്തിൽ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു വീട്, അതിങ്ങനെ മുളങ്കാടുകൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഏരിയയാണ് ഞാൻ കാണുന്നത്.
അപ്പൊ ഞാൻ കർത്താവ് ഈ ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഇത് എവിടെയാണ്? അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിൽ ഈ ഫോൺ വരുന്നു, പാസ്റ്ററുമായിട്ട് ബന്ധപ്പെടുന്നു. അങ്ങനെ രാത്രി അദ്ദേഹം എന്നെ അവിടെ കൊണ്ട് താമസിപ്പിച്ചിട്ട്, സാറ് കുറെ ദൂരെയാണ് താമസിക്കുന്നത്, ഒരു 5-8 കിലോമീറ്റർ അപ്പുറത്ത് മാറിയാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റ് 12 മണിക്കാണല്ലോ ചെല്ലുന്നത്, 12 മണിക്ക് ശേഷമാണ് എഴുന്നേറ്റ് നോക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ ധരിച്ചുപോയി. കാരണം എന്ത് ഞാൻ ദർശനത്തിൽ കണ്ടോ അതേപോലെ വീട്, അതേപോലെയുള്ള ആ മുളങ്കാടുകളും പ്രദേശങ്ങളും. ഞാൻ സത്യത്തിൽ പെട്ടെന്ന് എൻ്റെ വൈഫിനെ വിളിച്ചിട്ട് പുറത്തിറങ്ങി വന്നതിന് മുമ്പ് ഞാൻ ഈ ദർശനം വളരെ കൃത്യമായിട്ട് പുള്ളിക്കാരത്തേക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഞങ്ങള് കൈക്ക് പിടിച്ച് ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ കരഞ്ഞു പോയി. അപ്പോൾ ദൈവത്തിന്റെ ഒരു ഡയറക്ഷനാണ്, അല്ലെങ്കിൽ ദൈവമാണ് നമ്മളൊക്കെ കൊണ്ടുവന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ അവിടെ ചർച്ചിൽ പാസ്റ്ററായിട്ടും ഒരു ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കാനും അങ്ങനെ ഒരു ക്യാമ്പസിൽ ഇൻചാർജ് ഒക്കെ ആയിട്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ ദർശനത്തിൽ 2 ഭാഗമുണ്ട്. അപ്പം 2 ദിവസം കഴിഞ്ഞപ്പോൾ സാർ എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലായിട്ട് വലിയൊരു മലനിരകൾ കണ്ടു. അപ്പൊ ഞാൻ സാറിന് ചോദിച്ചു, സാറേ ഈ മലയ്ക്ക് അപ്പുറത്ത് എന്താണ് ഈ കാണുന്നത്? അദ്ദേഹം ഒരു സൈഡിൽ നേപ്പാളാണ്, ഒരു സൈഡിൽ ബീഹാറാണെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് അന്നേരം തന്നെ പറഞ്ഞു, സാറേ ഞാനിവിടെ അധികം നാള് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഞാനൊരു ദർശനം കണ്ടു, ആ ദർശനത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഭാഷയ്ക്ക് എത്ര വർഷം വേണമെങ്കിലും നിൽക്കുകയും ചെയ്യാം, പോകുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ലാതെ. അങ്ങനെ ഞാൻ അവിടെ നിന്ന സമയങ്ങളെല്ലാം അദ്ദേഹമായിട്ട് വളരെ സ്നേഹത്തോടെ, വളരെ കരുതലോടെ, എനിക്ക് അദ്ദേഹത്തെ ഒരു പിതാവിനെ പോലെ ഞാൻ കരുതുന്ന, എന്നെ അദ്ദേഹം ഒരു അനുജനെ പോലെ അദ്ദേഹം എന്നെ കരുതുകയും, അദ്ദേഹത്തിന്റെ വൈഫ് ആന്റി ആണെങ്കിലും ഞങ്ങളെ വളരെ വളരെ സ്നേഹത്തോടെ, ഇപ്പോഴും ഞങ്ങൾ അവിടെ ചെന്നാൽ ആ വീട്ടിൽ ഞങ്ങളൊരു അദ്ദേഹത്തിന് അനിയൻ ചെന്ന ഒരു പ്രതീതിയിൽ അദ്ദേഹം ഞങ്ങളെ സ്വീകരിക്കുകയും ഞങ്ങൾ ആ വീട്ടിൽ താമസിക്കുകയും ചെയ്യും. ഞാൻ അതിനുശേഷം 1 പ്രാവശ്യം അവിടെ പോകാനൊക്കെ ഇടയായി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അത്ര ഒരു ഇന്റിമസിയിലാണ് ഞങ്ങൾ അവിടെ താമസിച്ചത്. അവിടെ ചെന്ന് അദ്ദേഹത്തോട് ചേർന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കുറെ കഴിയുമ്പോൾ, അത് 5-6 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു ആ ദർശനത്തിന്റെ ഒരു എന്താ പറയാ, ഒരു സ്റ്റെയറപ്പ് ചെയ്യാൻ തുടങ്ങി. ഉള്ളിൽ ഒരു എന്തോ ഒരു ഇതുപോലെ ഒരു ഭാരം പോലെ എനിക്ക് തോന്നാനിടയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അളിയൻ, അന്ന് മനോജൻ, മനോജൻ ഇന്ന് ബാഗൽപൂരിൽ വർക്ക് ചെയ്യുന്നു, അദ്ദേഹം എന്നോട്, ഞാൻ ആ സ്വപ്നത്തിൽ കണ്ട അതേ വേർഡ് എന്നോട് പറഞ്ഞു. എന്നെ ചേട്ടായി എന്നാണ് വിളിക്കുന്നത്, ചേട്ടായി ഇവിടെ ബീഹാറിൽ വന്നാൽ വളരെ ഇഷ്ടംപോലെ ഫീൽഡ് ഉണ്ട്, നല്ല വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ആ സെയിം വേർഡാണ് ഞാൻ ദർശനത്തിൽ കേട്ടത്. ആ വാക്ക് കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ആ സ്വസ്ഥത നഷ്ടപ്പെട്ടു. ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ എനിക്ക് പോകണം, ബീഹാറിൽ പോകണം. അദ്ദേഹം പറഞ്ഞു, ബീഹാർ പാസ്റ്റർക്ക് അറിയില്ല, ഞാൻ 25 പേരെ സ്നാനപ്പെടുത്താൻ അവിടെ പോയതാണ്. വെറും 2 പേരെ സ്നാനപ്പെടുത്തിയിട്ട് രാത്രി ഒരു സൈക്കിളിൽ വേഷം മാറി തലയിൽ തുണിയൊക്കെ കെട്ടിയിട്ട് അവർ ബീഹാർ ബോർഡർ എന്നെ കടത്തി വിട്ട സ്ഥലമാണ്, അത്ര ടഫാണ്. ഞാൻ പറഞ്ഞു, അല്ല, എൻ്റെ ദർശനമാണ്. അങ്ങനെ ഒരു സപ്പോർട്ടും ഇല്ലാതെ ഞങ്ങൾ ബീഹാറിൽ അദ്ദേഹത്തോട് യാത്ര പറഞ്ഞത്, എനിക്ക് നല്ലൊരു സെന്റ് ഓഫ് മീറ്റിംഗ് തന്നെ. അങ്ങനെ ഞങ്ങൾ ബീഹാറിലെത്തി. ബീഹാറിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് വാടക കൊടുക്കാൻ നിവൃത്തിയില്ല, ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ല. എനിക്കൊരു മോളാണുള്ളത്, അവളുടെ പേര് ആശ്ലി എന്നാണ്. അവിടെ ഞങ്ങൾ 5ാം ക്ലാസ്സിലാണ് കൂടി ചേർക്കുന്നത്. കുഞ്ഞിന് പോലും കഴിക്കാൻ ആഹാരമില്ല, വളരെ പരിതാപകരമായത്. താമസിക്കാൻ വീടില്ല, റൂമിൽ വാടക കൊടുക്കാൻ പറ്റും. ഇപ്പം അവിടെ ഞങ്ങളൊരു വീട്ടിലെ അളിയന്റെ പരിചയമുള്ള ഒരു വീട്, അവരുടെ ഈ സ്റ്റെയർ കേസ് തിരിഞ്ഞു ഇങ്ങനെ പോകുന്നതിനിടയ്ക്ക് ഒരു ചെറിയൊരു ഒരു ഗ്യാപ്പ് പോലെ ഒരു റൂം പോലെ ഉണ്ടാക്കി. റൂം എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു സ്പേസ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവർക്ക് ഉണ്ടാക്കിയിരിക്കുന്ന മോട്ടർ അടിക്കാനും കറണ്ട് അവർക്ക് മോട്ടർ മോഷ്ടിച്ചെടുക്കുമല്ലോ കറണ്ട്, അതിനൊരു സൗകര്യത്തിന് വേണ്ടി അവർ ഉണ്ടാക്കിയ ഒരു സെറ്റപ്പാണ്. ഞങ്ങളോട് പറഞ്ഞു, ഇതിനകത്ത് താമസിച്ചു, വാടക തരണ്ട. പക്ഷെ പിന്നീട് പോയ സമയത്ത് 2000 രൂപ വെച്ച് വാടക എന്നോട് വാങ്ങിച്ച്, അത് വേറെ കാര്യം. എങ്കിലും ഞങ്ങൾ ആ വീട്ടിൽ വാടക കൊടുക്കാതെ 6-7 മാസത്തോളം ഞങ്ങളോട് താമസിക്കുമ്പോൾ സമയത്ത് ആഹാരമില്ല, ആ കുഞ്ഞിന് സ്കൂളിൽ പോകണം, അവർക്ക് പ്രോപ്പറായിട്ട് ഡ്രസ് ഇല്ല. ഞാൻ ഓർക്കുന്നൊരു കാര്യം, അവള് ഒരു ദിവസം എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, കുഞ്ഞിനെ സ്കൂളിൽ പോകാൻ പറ്റില്ല, അവൾക്ക് ബുദ്ധിമുട്ടാണെന്ന്. ഞാൻ എന്താ പറ്റി? എന്നോട് പറഞ്ഞു, അവൾക്ക് അടിവസ്ത്രം ചെറുതായി പോയി എന്ന് പറഞ്ഞാൽ ഷഡ്ഡി, പിള്ളേര് എന്ന് പറഞ്ഞാൽ കച്ചിക്ക് ഞാൻ പറയണം, അത് ഇടാനില്ല. നമുക്കറിയാം, നോർത്ത് ഇന്ത്യയിലെ ബീഹാറിൽ 10 രൂപയ്ക്കും 15 രൂപയ്ക്കും ഒക്കെ നമുക്ക് ഫുട്പാത്തിൽ കിട്ടും.
ഞാൻ ഏതാണ്ട് 3 ദിവസം അതിനുവേണ്ടി ഉപവസിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ ഉച്ചവരെ ഞങ്ങൾ ഉപവസിക്കും, പ്രാർത്ഥിക്കും. രാവിലെ മുതൽ ഉച്ചവരെ ഞങ്ങൾ കാറ്റ് കൊടുക്കാൻ പോകും. സൈക്കിള് വാടകയ്ക്ക് എടുത്ത് കടം തന്ന സൈക്കിളാണ്, അതിൽ പോകും. അത് കഴിഞ്ഞ് കുഞ്ഞ് വരുന്ന സമയത്ത് ഞങ്ങൾ തിരിച്ചു വരും. പിന്നെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ഇരുന്ന് വൈകുന്നേരം വരെ പ്രാർത്ഥിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥന. ആ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ലാസ്റ്റ് സമയമായപ്പോൾ പാസ്റ്റർ ജേക്കബ് നേനാൻ, അദ്ദേഹത്തെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അദ്ദേഹം എറണാകുളത്ത് വർക്ക് ചെയ്തു. ആ ഒരു ദിവസം അദ്ദേഹം എന്നെ വിളിച്ചു. എൻ്റെ അളിയൻ്റെ കെറുപ്പിലാണ്. അദ്ദേഹത്തെ എനിക്കും അറിയില്ല, അദ്ദേഹത്തിന് എന്നെയും അറിയില്ല. എന്നെ വിളിച്ചിട്ട്, പാസ്റ്ററെ, ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ നല്ല സപ്പോർട്ട് ചെയ്യാം. ഞാൻ അദ്ദേഹത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ ചെയ്യുന്നത് സുവിശേഷ വേലയാണ് എന്ന് പാസ്റ്റർക്ക് ദൈവാത്മാവ് നിയമിക്കുന്ന അല്ലെങ്കിൽ ഉറപ്പ് തരുന്നെങ്കിൽ എന്ത് തന്നാലും ഞാൻ വാങ്ങിക്കും. കാരണം ഞാനൊരു ദർശനം കണ്ടിട്ടാണ് ബീഹാറിൽ വന്നത്. അദ്ദേഹം പറയുന്ന ഒരു പണി, നിങ്ങൾക്ക് വാടകയ്ക്കുള്ള പൈസ ഞാൻ തരാം. അങ്ങനെ അദ്ദേഹം ആണ് ആദ്യമായിട്ട് ഞങ്ങൾക്ക് വാടകയ്ക്കുള്ള പൈസ തരുന്നത്. ഏതാണ്ട് 2-3 വർഷത്തോളം അദ്ദേഹം ഞങ്ങളെ ആ രീതിയിൽ സപ്പോർട്ട് ചെയ്തു. ആ ഒരു സപ്പോർട്ടിന്റെ ബലത്തിൽ ഞങ്ങൾ പോയി റൂം വാടകയ്ക്ക്. അങ്ങനെയാണ് ഞങ്ങൾ ബീഹാറിൽ ആദ്യമായിട്ട് സുവിശേഷ വേല, അതായത് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന പാസ്റ്റർ ജേക്കബ് നേനാനാണ്. അദ്ദേഹത്തെ ഞാൻ ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. അദ്ദേഹം ആ ഒരു ക്രിട്ടിക്കൽ ടൈമിലാണ് അദ്ദേഹം ഞങ്ങളെ അങ്ങനെ ഫോൺ വിളിക്കുന്നത്. അതോടെ പിന്നെ ഞങ്ങളുടെ വർക്ക് ആരംഭിച്ച് ഞങ്ങൾ അന്ന് ഭാഗൽപൂരാണ് വർക്ക് ചെയ്യുന്നത്. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം 1 വർഷത്തോളം ഞങ്ങൾ ആ ഭാഗൽപൂര് വർക്ക് ചെയ്തു. അടുത്ത അധ്യയന വർഷമായപ്പോൾ എൻ്റെ സഹോദരി വർക്ക് ചെയ്യുന്നതും ഈ ഭാഗൽപൂർ തന്നെയാണ്. സെയിം വില്ലേജാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് രണ്ടുപേരും ഒന്നിച്ച് നിൽക്കണ്ട, മറ്റൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ആണ് ഞങ്ങൾക്ക് ജമ്മുയി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ ഒരു അവസരം ലഭിച്ചു. അങ്ങനെ ഞങ്ങൾ ജമ്മുവിൽ പോയി. ജമ്മുവിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ഇതുപോലെ അന്ന് പാസ്റ്റർക്കും പ്രശ്നമായെങ്കിൽ കുറെ നാള് അദ്ദേഹം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. പിന്നീട് അദ്ദേഹം സപ്പോർട്ട് നമ്മളെ നിർത്തി. വീണ്ടും ഞങ്ങളൊരു അനിശ്ചിതാവസ്ഥയിലേക്ക് വന്നു. വീണ്ടും എൻ്റെ കൂടെ ബൈബിൾ സ്കൂളിൽ പഠിച്ച എൻ്റെ ജൂനിയർ ആയിരുന്നു ദേവദാസൻ, പാസ്റ്റർ രാജൻ ജോയി, അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി ഒരു വാടക തരാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ആ വാടകയിൽ ഞങ്ങൾ വാടക ഞങ്ങൾക്ക് ലഭിക്കും, പ്രശ്നമില്ലാതെയായി. പിന്നെ കുഞ്ഞിനെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കും. കുഞ്ഞിൻ്റെ ഫീസ്, ഞങ്ങളുടെ ആഹാര കാര്യങ്ങളൊക്കെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ബലം. അങ്ങനെ ആഹാരം വളരെ ചെറുപ്പം മുതലേ പട്ടിണി ആയിരുന്നതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിന് എപ്പോഴും തന്നെ അസുഖമാണ്. ഞാൻ അതൊരു അനുഭവം പറയുന്നതിന് വേണ്ടിയാണ് ഇത് പറയുന്നത്. അപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മിക്കവാറും സ്കൂളിൽ പോയി ആഹാരമില്ലാതെ ഇവിടെ തലയിറങ്ങി വീഴും. അങ്ങനെ ഒരിക്കൽ വീണ് കഴിഞ്ഞപ്പോൾ സ്കൂളിൽ തന്നെ ഫോൺ വിളിക്കും, ഞാൻ കൊച്ചിനെ വീട്ടിൽ കൊണ്ടുവരും. അപ്പം എന്തെങ്കിലും ഞാൻ ഈ ഒരു ഫീസ് കറക്റ്റ് സമയത്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഒരു സമയത്ത് ഇതുപോലെ ഒരു സമയം കൊച്ചിന് ഫീസ് കൊടുത്തില്ല, മാസം ഫീസ് കൊടുത്തില്ല, കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവേ, പ്രശ്നമൊന്നും ഉണ്ടാകരുത്. എന്നാൽ അന്ന് കൊച്ചു ഇതുപോലെ തല കറങ്ങി വീണു, മഞ്ഞവെള്ളമൊക്കെ ഛർദ്ദിച്ചോളും. പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പളും മലയാളികളാണ്. ഗവൺമെന്റ് സ്കൂളാണ്. പ്രിൻസിപ്പള് എറണാകുളംകാരനൊരു വത്സൻ എന്ന് പറഞ്ഞ അച്ഛനാണ്. വൈസ് പ്രിൻസിപ്പള് സിസ്റ്ററാണ്, അവർ കണ്ണൂരുകാരിയാണ്. എന്നോട് പെട്ടെന്ന് സ്കൂളിൽ ചെല്ലാൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാവുന്നത്, കർത്താവേ, അച്ഛനെ കാണരുത്, കാരണം ഫീസ് കൊടുത്തിട്ടില്ല. അങ്ങനെ ഞങ്ങള് സ്കൂളിന്റെ ഗ്രൗണ്ടിൽ കയറുമ്പോൾ അച്ഛൻ ആ ഗ്രൗണ്ടിൽ കറക്റ്റ് നടക്കുന്നു. പെട്ടെന്ന് എന്നെ വിളിച്ചു വരാൻ പറഞ്ഞു. വൈസ് പ്രിൻസിപ്പളുടെ റൂമിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ എൻ്റെ മോള് സിസ്റ്റർ വെള്ളം കഴുകി കൊടുത്തു. അതൊക്കെ പിടിച്ച് മുഖമൊക്കെ കഴുകി സിസ്റ്റർ മടിയിൽ അവിടെ കിടക്കുകയാണ്. അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു, നിങ്ങളൊന്നും മിണ്ടരുത്. കൊച്ചിനോട് ചോദിച്ചു, ആശ്ലി എന്നാണ് അവിടെ വരും, മോളെ നീ എന്താണ് കഴിച്ചത്? അവള് പറഞ്ഞു, നുണ പറയരുത്, സത്യമേ പറയാം, നീ എന്താണ് കഴിച്ചത്? അച്ഛനോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് അവിടെ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞത് പാസ്റ്ററാണ്.
സുവിശേഷ പ്രവർത്തകരാണ്. അദ്ദേഹം നിങ്ങളുടെ സങ്കടം നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ലേ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു ഒരു വാടകയ്ക്കുള്ള പൈസ തരും, ബാക്കി നമ്മൾ വിശ്വാസ ജീവിതമാണ്. അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങളിവിടെ സ്കൂളിൽ ആർക്കും തന്നെ നമ്മൾ ഫ്രീ കൊടുക്കാറില്ല, ഒരു കൺസെഷൻ കൊടുക്കാറില്ല. പക്ഷേ എന്തോ എൻ്റെ ഉള്ളിൽ അങ്ങനെ തോന്നുന്നു, നിങ്ങൾ ഒരു വെള്ള പേപ്പറിൽ ഒരു ലെറ്റർ എഴുതി കൊച്ചിൻ്റെ കയ്യിൽ നാളെ സ്കൂളിൽ വരുമ്പോൾ കൊടുക്കണം, ഫീസ് കൺസെഷൻ ചെയ്യാൻ ഞാൻ നോക്കാമോ? അങ്ങനെ ലെറ്റർ എഴുതി കൊടുത്തു. അതിനുശേഷം അവൾ 8-ലും 9-ലും 10-ലും ഫീസ് ഇല്ലാതെയാണ് പഠിച്ചത്. ദൈവം അങ്ങനെ ഒരു വഴി. ഞങ്ങള് വർക്കിന് പോകുമ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 22 കിലോമീറ്റർ ദൂരം ആണ് ഞങ്ങൾ പ്രാർത്ഥന നടത്താൻ പോകുന്നത്. അവിടെ ചെന്നിട്ട് ആദ്യ സമയങ്ങളിൽ വർക്ക് തുടങ്ങുന്ന ഒരു സംഭവം ഞാൻ പറയട്ടെ. അവിടെ ആദ്യം ചെന്ന് ഞങ്ങൾ ആ ഭാഗത്തുള്ള ഒരാളെ പരിചയപ്പെട്ടു. ഒരു സ്കൂളൊക്കെ നടത്തി പരാജയപ്പെട്ടു ഒരു മനുഷ്യൻ. അദ്ദേഹത്തെ കണ്ടു അദ്ദേഹം മാത്രമേ ആ ഗ്രാമത്തിൽ വിദ്യാഭ്യാസമുള്ള ഒരാളുള്ളൂ. അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങൾക്ക് റൂം വേണം, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു എന്താ സാറേ ഇവിടെ സർക്കാർ സ്കൂളിന്റെ വലിയൊരു ഓഡിറ്റോറിയം ഉണ്ട്, അതിന് കഥകും ഇല്ല ജനലും ഇല്ല, ആൾക്കാർ പറിച്ചോണ്ട് പോയി, കമ്പ്യൂട്ടർ എല്ലാ ആൾക്കാരും എടുത്തുകൊണ്ട് പോയി. ഇപ്പൊ അതിനകത്ത് ആൾക്കാർ പശുക്കളെ എരുമയെ കെട്ടുവാണ്. അവർ രാവിലെ അത് വന്ന് അഴിച്ചോണ്ട് പോകും, പിന്നെ വൈകുന്നേരം കൊണ്ടുള്ളൂ. അത്ര സമയത്ത് അവിടെ പിള്ളേർ കളിച്ച് പല പരിപാടികളാണ്, നിങ്ങൾക്ക് പോയി അവിടെ പോയി പ്രാർത്ഥനകളാണ്. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല. അദ്ദേഹം പറഞ്ഞു അല്ലല്ല ഒരു കുഴപ്പമില്ല, ഞാൻ നോക്കാം, അദ്ദേഹം ആ സ്കൂളിൽ പഠിച്ചാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ഞായറാഴ്ച അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഞങ്ങളെ വളർന്നു. ഞങ്ങളെ പോലീസിലേക്ക് എത്തിക്കും, കൊണ്ടുപോകും, നിങ്ങളെ വെറുതെ വിടില്ല. അങ്ങനെ ഭയങ്കര പ്രശ്നത്തിലേക്ക് മാറി. 2-2.5 മണിക്കൂർ അങ്ങനെ അവിടുന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ ആൾക്കാർ ഞങ്ങളെ വളർന്നു. അവിടുന്ന് വീണ്ടും സംസാരിച്ച് ഞാൻ പ്രാർത്ഥിച്ച്, ദൈവത്തോട് പ്രാർത്ഥിച്ച് അവർ ശാന്തമായി ഞങ്ങളെ അവിടെ നിന്ന് അങ്ങനെ എന്നോട് ഈ പറഞ്ഞ മനുഷ്യനെ ഫോൺ വിളിച്ച് രാവിലെ മുതൽ വിളിച്ചിട്ട് അദ്ദേഹം കാണുന്നില്ല. അവസാനം ഈ പ്രശ്നമെല്ലാം കഴിഞ്ഞപ്പം അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അയാൾ വന്നു. ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു എനിക്കൊരു റൂം വേണം, ചെറിയൊരു റൂം മതി, അവരോട് പ്രാർത്ഥനയ്ക്കാണെന്നും പറഞ്ഞ് തന്നെ എടുക്കണം. അങ്ങനെ പറഞ്ഞ് ഞങ്ങള് അന്വേഷിച്ച് പോയി ഒരു പണി തീരാത്തൊരു വീട്, ഇഷ്ടം കെട്ടിയത് മാത്രമേ ഉള്ളൂ. റൂമുകൾ തിരിച്ചിട്ടുണ്ട്, പക്ഷെ കതകൊന്നും വെച്ചിട്ടില്ല, ജനലിന് പാളികൾ വെച്ചിട്ടില്ല, വാർത്തിട്ടിട്ടുണ്ട്. ആ വീടിന് 5-6 റൂമുണ്ട്. 6 റൂമുകളുണ്ട്. എല്ലാ റൂമിലും പശുക്കളെ നാട്ടുകാർ കെട്ടിയിരിക്കുകയാണ്. പല സ്ഥലത്ത് വൈക്കോലാണ്, വിറകാണ്, ചാണകം കുത്തി, അങ്ങനത്തെ സെറ്റപ്പ്. പണി തീരാത്ത വീടുകളെല്ലാം അവർ അങ്ങനെ ചെയ്യും. ആ പയ്യൻ എന്നെ വിളിച്ചുകൊണ്ട് ഈ റൂം റൂമാണ്, നിങ്ങൾക്ക് വൃത്തിയാക്കി തരാം, അതിൽ നിങ്ങൾ ചെയ്തു, പക്ഷെ എനിക്ക് 500 രൂപ വാടക തരണം. അതെനിക്കൊരു വിശ്വാസമില്ല, ആരുമില്ല, ഒന്നുമില്ല. അവർ പറഞ്ഞു ഞങ്ങൾ വരുമ്പോൾ ഇത് ശരിയാക്കിയേക്കാം. അങ്ങനെ ഞങ്ങൾ പോയി കുഞ്ഞുമായിട്ട് അവിടെ ചെല്ലുന്നു. ചെന്ന് കഴിയുമ്പോൾ ആ ദേശത്ത് മുഴുവൻ പരന്നു. ഏതോ മലയാളി ഒരു പാസ്റ്റർ ഇവിടെ വന്നിട്ടുണ്ട്, മലയാളി ഫാദർ വന്നിട്ടുണ്ട്, പ്രാർത്ഥന എന്തോ പൂജ നടത്തുകയാണ്. അപ്പൊ മലയാളിയെ കാണണം, ക്രിസ്ത്യാനിയെ കണ്ടിട്ടില്ല, മലയാളിയെ കണ്ടിട്ടില്ല. അപ്പൊ കാണാൻ വേണ്ടി ഇവർ വന്നുകൂടി. അപ്പോൾ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളന്ന് ഇവിടെ ഒത്തിരി ആൾക്കാർ കൂടി ഞങ്ങളെ കാണാൻ. 4 പായൊക്കെ ഞാൻ എല്ലാവരും വിളിച്ച് അകത്തിരുത്തി. ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു തുടങ്ങി. 2 പാട്ട് ഞങ്ങൾ പാടി. അതിനുശേഷം ഞാൻ എഴുന്നേറ്റ് സങ്കീർത്തനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരൻ ഒരു സഹോദരിയായിട്ട് അവിടെ വന്നു. 3-4 പേര് കൂടി അവരെ പിടിച്ചുകൊണ്ടാണ് അവർ. അത് മാനസിക രോഗിയായിരുന്നു അവര്. അപ്പൊ ഞാൻ എഴുതിയൊരു സങ്കീർത്തനം വായിച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവരെ കൊണ്ടിരിക്കുന്നത്. ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഇവര് എൻ്റെ ബൈബിള്, ടേബിളൊന്നുമില്ല, ഞാൻ തറയിലാണ് ഈ ബൈബിൾ വെക്കുന്നത്, എൻ്റെ ഫോണ് എല്ലാം തറയിലാണ് വെക്കുന്നത്. ഞാൻ എഴുതിയിരിക്കുകയാണ്. കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഞാൻ കാണുന്ന എൻ്റെ ബൈബിൾ അവർ ആ സഹോദരി തലയിൽ വെച്ചിരിക്കുകയാണ്. എൻ്റെ ഫോൺ എടുത്ത് എവിടേക്കോ നമ്പറിൽ വെച്ചിട്ട് അവർ വിളിക്കുകയാണ്. 2-3 നമ്പറിൽ നിൽക്കുള്ളൂ, അങ്ങോട്ട് കോള് പോയില്ല. പെട്ടെന്ന് ഞാൻ ചോദിച്ചു ആരാണ്. അപ്പം ഒരു അമ്മച്ചി പറയാം എൻ്റെ മരുമോളാണ്. ഞാൻ എന്താണ് സംഭവം ചോദിച്ചു കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു യേശുവിൻ നാമത്തിൽ അടങ്ങിയിരിക്കണം, ഞാൻ എൻ്റെ ശുശ്രൂഷ കഴിയുന്നവരെ നീ എൻ്റെ ശല്യം ചെയ്തു, അടങ്ങിയിരിക്കണം. അപ്പൊ ആരും വിശ്വാസികളില്ല, എല്ലാവരും കാഴ്ചക്കാരാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ സങ്കീർത്തനത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു അവരോട്. 2-3 മണിക്കൂർ. അതിനുശേഷം ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ചോദിച്ചു ഈ കുഞ്ഞ്, ഞാനൊരു മന്ത്രവാദിയല്ല, എനിക്കൊരു ശക്തിയുമില്ല, ഒന്നുമില്ല, പക്ഷെ
വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട്, ജീവനുള്ള ദൈവം. ഞങ്ങൾക്കൊരു രക്ഷകനുണ്ട്, അത് യേശു എന്നാണ് പേര്. കർത്താവ് യേശു ക്രിസ്തു നിങ്ങൾ വിശ്വസിച്ചാൽ ഈ കുഞ്ഞിന് ദൈവം സൗഖ്യം തരും. എനിക്ക് അതിനുള്ള ശക്തിയോ പവറോ കഴിവോ ഒന്നുമില്ല, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാണ്. അങ്ങനെ അവര് സഹോദരിയെ അമ്മായിയമ്മ പറഞ്ഞ എൻ്റെ മരുമോളാണ്, എനിക്ക് വേറെ ആമ്പിള്ളേരില്ല, മക്കളില്ല, ഒരു മരുമകളേ ഉള്ളൂ, കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് കുഞ്ഞുങ്ങളില്ല, 5-6 വർഷമായിട്ട് മാനസിക രോഗിയാണ്. 2-3 ലക്ഷം രൂപ ഞങ്ങൾ ഇതിലൂടെ ചെലവാക്കി, പല മരുന്നുകളും കൊടുത്തു, അങ്ങനെ കാര്യങ്ങളൊക്കെ ഇവർ പറയാനിടയായി. എന്നിരുന്നാലും ഞാൻ പറഞ്ഞു, നിങ്ങൾ കർത്താവിൽ വിശ്വസിച്ചാൽ ദൈവം സൗഖ്യം തരും. അങ്ങനെ ഞാൻ അവരെ ആ സഹോദരിക്ക് പ്രാർത്ഥിച്ചു. ആ സ്പോട്ടിൽ ദൈവം അവരെ സൗഖ്യമാക്കി. പിറ്റേ ആഴ്ച അവർ ആരാധനയ്ക്ക് വന്നു, അവർ അമ്മായിയമ്മയും മറ്റുള്ള ആൾക്കാരുമായി. ഈ ഒരു സംഭവം ആ ഗ്രാമത്തിൽ പെട്ടെന്ന് പടരുകയും ആൾക്കാർ രോഗികളുമായിട്ട് വരാൻ തുടങ്ങി. രോഗികളെ കൊണ്ടുവരുന്ന ഒരു മാനസിക രോഗികള്, ക്യാൻസർ ബാധിച്ചവര്, അത് തളർവാദം വന്നവര്, അങ്ങനെ രോഗികളുമായിട്ട് ദൈവസനിൽ വരും. നമുക്കറിയാം, നമുക്ക് പ്രത്യേകിച്ച് ഒരു ക്വാളിറ്റിയോ കഴിവോ ഒരു എക്സ്ട്രാ താലന്തോ അങ്ങനെ ഒന്നുമില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് സർവ്വത്തെയും സൃഷ്ടിച്ചവനായതുകൊണ്ട് അവൻ എന്നോട് കരുണ തോന്നിയത് കൊണ്ടും അവരോട് സ്നേഹം തോന്നിയത് കൊണ്ടും വന്നവരെല്ലാം അവൻ സൗഖ്യമാണ്. അങ്ങനെ ഏതാണ്ട് 13 വർഷത്തോളമായി ഞങ്ങളോട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്ര സമയത്തിനുള്ളിൽ ഏതാണ്ട് 300 പേരെ എനിക്ക് അവിടെ സ്നാനപ്പെടുത്താൻ ദൈവം അവസരം തന്നു. ഞാൻ ഈ പറയുന്ന ആ ഒരു വർഷം അവസാനിക്കുമ്പോൾ ഞങ്ങളുടെ 22 പേരെ സ്നാനപ്പെടുത്താൻ കർത്താവ് ആദ്യത്തെ വർഷം തന്നെ എനിക്ക് അവസരം തന്നു. പിന്നീട് ഓരോ വർഷവും അവസാന സമയങ്ങളിൽ 19 പേര്, 16 പേര് അങ്ങനെ സ്നാനപ്പെട്ടു. പിന്നെ ഒരു വർഷം 2 പ്രാവശ്യം സ്നാനം, എന്നാൽ 42 പേരെ വരെ ഞാൻ ഒരുമിച്ച് സ്നാനപ്പെടുത്തിയിട്ടുണ്ട് ആ ഭാഗങ്ങളിൽ. അങ്ങനെ കർത്താവ് കരുണയുള്ളവനാണ്, അവൻ ദയയുള്ളവനാണ്. അവന്റെ പ്രവൃത്തി ചെയ്യാൻ ഒരു മനുഷ്യനെ ആവശ്യമാണ്, അത് കഴിവുള്ളവനെ അല്ല, എക്സ്ട്രാ ടാലന്റ് ഉള്ളവനെ അവന് ആവശ്യമില്ല. അവന്റെ കയ്യിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ആയുധം പോലെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യനെ കർത്താവിന് ആവശ്യമുണ്ട്. നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ കർത്താവ് നമ്മളെ ശക്തമായിട്ട് ഉപയോഗിക്കും. അതിന് ഒരു ഉദാഹരണമാണ് ഞാൻ. എൻ്റെ പിതാവിന് ഞങ്ങൾ 5 സഹോദരങ്ങളാണ്. 5 സഹോദരങ്ങളാണ്. അതിൽ 5 പേരിലും അങ്ങനെ ഒരു എക്സ്ട്രാ ടാലന്റ് ഇല്ലാത്ത ഒരു വ്യക്തി ഞാൻ മാത്രമാണ്. പക്ഷേ എന്നാൽ ഞാനത് കർത്താവിനോട് പറയും, കർത്താവ് ഞാൻ ഒരു കഴിവുമില്ലാത്തവനാണ്, നീ എന്നെ ഉപയോഗിക്കണം, നീയാണ് എന്നെ വിളിച്ചത്, അതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, നിന്റെ രാജ്യത്തിന് വേണ്ടി നീ എന്നെ ഉപയോഗിക്കണം. അങ്ങനെ കർത്താവ് എന്നെ അനേക ഗ്രാമങ്ങളിൽ, ആരും പോകാത്ത ഗ്രാമങ്ങളിൽ, സുവിശേഷം എത്തപ്പെടാത്ത ഗ്രാമങ്ങളിൽ, അത് ബ്ലഡ് ക്യാൻസർ വന്നവർ, ക്യാൻസർ വന്നൊരു ഡോക്ടർമാർ ഉപേക്ഷിച്ചവർ, അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ചർച്ചയിൽ വരികയും ഗ്രാമങ്ങളിലേക്ക് എന്നെ വിളിക്കുകയും ചെയ്യും. ഞാൻ പോകുന്ന സമയത്ത് ഞാൻ പല പ്രാവശ്യം കർത്താവെ ഞാൻ ഇതിന് യോഗ്യനല്ല, എന്നാൽ നീ എന്നെ ഒരു കഴുതപ്പുറത്താണല്ലോ നീ യെരൂശലേമിലേക്ക് പോയത്, അതുപോലെ നീ എന്നോട് കൂടെ പോരണം. അങ്ങനെ ഞങ്ങൾ ഗ്രാമങ്ങളിലേക്ക് പോകും. ഞങ്ങൾ 2 പേരും കൂടിയാണ് പോകും. കർത്താവ് ഞങ്ങളെ സഹായിച്ചു, കൂടെ നിന്നു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പലരും പറഞ്ഞു, എൻ്റെ വൈഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയാണെന്ന് നമ്മളെ എല്ലാവർക്കും അറിയാം. അവർ പറയും, ടീച്ചർ ഏതെങ്കിലും ഒരു സ്കൂളിൽ കയറി നല്ല ശമ്പളം തരാം, നന്നായിട്ട് ചെയ്യാം, പൈസ ഉണ്ടാകും, നിങ്ങൾ എന്തിനാണ് പട്ടിണി കിടക്കേണ്ട കാര്യമില്ല. ഇന്ന് മലയാളികളുടെ സ്കൂൾ നടത്തുന്ന പലരും ഉണ്ട്. എന്നാൽ ഞാൻ ഒറ്റയ്ക്ക് പോയാൽ ആരും വരാറില്ല. ഗ്രാമങ്ങളിൽ ചെന്നാൽ ഞങ്ങൾ 2 പേരും കൂടി ആണെങ്കിൽ സഹോദരിമാരെല്ലാം വരും കാണാൻ. അതുകൊണ്ടാണ് ജോലിക്ക് പോകാതെ അദ്ദേഹം ഞങ്ങൾ 2 പേരും ഒരുമിച്ച് കൈ കോർത്ത് നിന്ന് ഗ്രാമങ്ങളിലെല്ലാം പോകും. പഞ്ചാബിലായിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരത്തി മോളെ ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് എൻ്റെ ബൈക്കിന്റെ പുറകിൽ നിന്ന് വീണ് നട്ടലിന് ക്രാക്ക് ഉണ്ടായതാണ്. ബെൽറ്റൊക്കെ കെട്ടിയാണ് നടക്കുന്നത്, ആ സമയങ്ങളിൽ നടക്കുന്നത്. എങ്കിലും എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് ഞങ്ങൾ 2 പേരും ബൈക്ക് അടുത്തുമായിട്ട് പോകും, വർക്കിന് വേണ്ടി പോകും. വൈകുന്നേരം 6 മണി, ചിലപ്പോൾ 7 മണി, 5 മണി, 7 മണി, ചിലപ്പോൾ 8 മണിക്കൊക്കെ ആയിരിക്കും ഞങ്ങൾ വരുന്നത്.
ഒരു ദിവസം 2-3 ഗ്രാമങ്ങളൊക്കെ ഞങ്ങൾ കവർ ചെയ്യും. അങ്ങനെ ഞങ്ങൾ വളരെ അധ്വാനിച്ചുകൊണ്ടിരുന്നു. ദൈവം ഞങ്ങളുടെ കൂടെ ഇരുന്നു. ഓടുവാനും നടക്കുവാനും എല്ലാം കർത്താവ് ബലം തന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ദൈവം ഞങ്ങളെ ഉപയോഗിച്ചെന്ന് മാത്രമേ പറയാൻ കഴിയൂ. അങ്ങനെ അതാണ് അതിൻ്റെ സത്യാവസ്ഥ, അതാണ് അതിൻ്റെ വാസ്തവം. നന്നായിട്ട് സംസാരിക്കാൻ അറിയാത്ത ഒരു മനുഷ്യൻ, നന്നായിട്ട് പ്രസംഗിക്കാൻ അറിയാത്ത ഒരു മനുഷ്യൻ, നന്നായിട്ട് ഞാൻ ബേസിലാണ് പഠിച്ചത്. മലയാളത്തിലെ പ്രാർത്ഥനകൾ എനിക്ക് നന്നായിട്ട് അറിയില്ല. ഓർഡറായിട്ട് അങ്ങനെയൊന്നുമില്ല. പ്രാർത്ഥിക്കാൻ വരുന്ന വ്യക്തികളോട് അവരുടെ ആവശ്യവും കണ്ടുകൊണ്ട് എൻ്റെ മനസ്സിലുണ്ടാകുന്ന വേദന, അതാണ് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ദൈവം അവരെ സൗഖ്യമാക്കുന്നു. അതായിരുന്നു ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ബീഹാറിലായിരുന്നു 13 വർഷം. ഇപ്പോൾ ബീഹാറിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. എല്ലാ വർഷവും ഞങ്ങൾ 2-3 പ്രാവശ്യം സ്നാനങ്ങളുണ്ടായിരുന്നു. അതിൽ കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ മാർച്ച് മാസം 3-ാം തീയതി ഫസ്റ്റ് സൺഡേയിൽ ഞങ്ങൾ പ്രാർത്ഥന. അപ്പോൾ ബീഹാറിൽ ഞങ്ങൾക്ക് 5 സ്ഥലത്താണ് ആരാധന. ഞായറാഴ്ച 2 സ്ഥലത്ത്, വെള്ളിയാഴ്ച 2 സ്ഥലത്ത്, തിങ്കളാഴ്ച 1 സ്ഥലത്ത്. ആ രീതിയിലാണ് ഞങ്ങൾ ആരാധനകൾ നടത്തുന്നത് ഗ്രാമങ്ങളായിട്ട്. ഈ ആരാധനകൾ ഞാൻ തന്നെയാണ് നടത്തുന്നത്. ഞങ്ങൾ രണ്ടും കൂടെ ആയിട്ടാണ് ചെയ്യുന്നത്. ഞായറാഴ്ച ആദ്യത്തെ ആരാധന കഴിഞ്ഞ് അടുത്ത ആരാധനയ്ക്ക് പോയി ആ ആരാധനയും കഴിഞ്ഞ് അവരാണ് ഞങ്ങൾക്ക് ഫുഡ് തരുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ആഹാരം കഴിച്ചിട്ടാണ് തിരിച്ചു പോരുന്നത്. അപ്പം ആദ്യ സമയങ്ങളിലൊക്കെ ഞങ്ങൾ ബീഹാറിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് വണ്ടിക്കൂലി പോലും ലഭിക്കാറില്ല. ഒരു ചുമട്ടുകാരിയായ ഒരു സഹോദരൻ, നമ്മുടെ വിശ്വാസിയിൽ വന്നിട്ട് അദ്ദേഹം ഞങ്ങളെ വണ്ടിയിൽ, ഈ ഓട്ടോറിക്ഷയിലാണുള്ള യാത്രകൾ, ടെമ്പോ എന്നാണ് പറയുന്നത്, അതിൽ കയറ്റി ഇരുത്തിയിട്ട് ഓട്ടോറിക്ഷക്കാരന് പറയും, ഞാൻ വരാം സാറേ, പൈസ അധികം വാങ്ങിക്കരുത്, എൻ്റെ സാറാണ്, അദ്ദേഹത്തെ അവിടെ ഇറക്കണം, അങ്ങനെ പറയും. ഉള്ള പൈസ ഞങ്ങൾ കൊടുത്തിട്ടാണ് യാത്ര ചെയ്യുക. 1 വർഷത്തോളം അങ്ങനെയാണ് യാത്ര ചെയ്തത്. 80 പേരൊക്കെ ഞങ്ങൾക്ക് ആരാധനയ്ക്ക് ആ സമയത്തൊക്കെ വരുമായിരുന്നു. ആ 80 പേര് ആരാധനയ്ക്ക് വന്നാൽ ഒരു 100 രൂപ പോലും നമുക്കൊന്നും അങ്ങനെ ലഭിക്കില്ല. ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അന്ന് സമയത്ത്. ഞാനത് ഓർപ്പിച്ചതിൻ്റെ ആ സമയത്ത് ഒരു ഇത് മനസ്സിലാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറയും. എന്നാൽ ദൈവം ഇന്ന് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പല രീതിയിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഈ വർക്ക് 6 കഴിഞ്ഞ ഈ മാർച്ച് മാസത്തിൽ, കഴിഞ്ഞ മുമ്പത്തെ മാർച്ച് മാസത്തിലാണ് ഒരു വലിയ അനുഭവം ഉണ്ടാകുന്നത്. അത് ലോകവ്യാപകമായിട്ട് നിങ്ങളെല്ലാവരും കണ്ടത് ഒരു വീഡിയോ ആണ്. അത് എന്നെ BJP-കാർ ബജരംഗുകാർ അടിച്ച് കൊണ്ടുപോകുന്നത്. അതിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ, ആ ഞായറാഴ്ച ഫസ്റ്റ് സൺഡേ അന്ന് ആദ്യത്തെ ആരാധന സമയത്ത് മഴയുള്ളൊരു സമയമാണ്. ദൂരെ നിന്നാണ് വിശ്വാസികൾ വരുന്നത്. അത് 1.5 മണിക്കൂറൊക്കെ നടന്നു വരുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ മഴ സമയമായതുകൊണ്ട് വിശ്വാസികൾ കുറവായിരുന്നു. ആ സമയത്ത് ഇവർ അവിടെ വന്നു. ഞങ്ങൾ ലാസ്റ്റ് മെസ്സേജ് ഞാൻ പറഞ്ഞിരുന്നു, മെസ്സേജ് ഇപ്പോൾ കഴിഞ്ഞാൽ എനിക്ക് വന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ചില രോഗികളുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് പ്രാർത്ഥന കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് എനിക്ക് പോകണം. ആ തിടുക്കത്തിൽ ഞാൻ ലാസ്റ്റ് മെസ്സേജ് കൺക്ലൂഡ് ചെയ്യാനായിട്ട് ഒരു സമയത്താണ് ഇവർ അകത്തേക്ക് കയറി വരുന്നത്. കയറി വന്നിട്ട് എന്നോട് ചോദിക്കുന്നത്, എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഞാൻ ഉടനെ തന്നെ ബൈബിൾ എടുത്ത് ഞാൻ പറഞ്ഞു, അവിടെ പ്രാർത്ഥിക്കുകയാണ്. എന്ത് പ്രാർത്ഥന? ഞാൻ എൻ്റെ ബൈബിൾ എടുത്ത് കാണിച്ചു വായിച്ച് കേൾപ്പിക്കും, ഇവരെ മനസ്സിലാക്കും, പ്രാർത്ഥിക്കും. ഇത്രയും പറഞ്ഞില്ല, അവർ അകത്ത് കയറി വന്ന് എൻ്റെ കൈക്ക് പിടിച്ച് എന്നെ തൂക്കിയെടുത്ത് വെളിയിൽ കൊണ്ടുപോയി. എന്നിട്ട് എന്നോട് പറഞ്ഞു, അപ്പൊ ഇവര് പുറത്ത് ഒരു 6 പേരാണ് അകത്ത് കയറി വന്നത്. പക്ഷെ പുറത്ത് ഗളിയാണ്, അത് ഈ റോഡാണ്. ഇറക്കി ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ പുറകെ ഇറങ്ങി വന്നു, ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റു സഹോദരൻ ഇറങ്ങി വന്നു, ഞങ്ങളെ ഇവരെ കൊണ്ട് വളഞ്ഞു. വിശ്വാസികൾ പുറത്തായി. അപ്പോൾ നോക്കുക, ഒരു 10-30ഓളം ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവര് എന്നോട് പറയുന്നത്, 5 വർഷമായി ഞങ്ങൾ ഇതിന്റെ പുറകെ ഉണ്ടായിരുന്നു. ഇത്രയും പെട്ടെന്ന് ഇത്ര ആൾക്കാർ നിന്റെ കൂട്ടത്തിൽ എങ്ങനെയാണ് വന്നത്? നീ ഇവരെ ബ്രെയിൻ വാഷ് ചെയ്തതാണ്, അല്ലെങ്കിൽ നീ ഇവർക്ക് പൈസ കൊടുത്തിട്ടാണ് ഈ ഇവരെ മതം മാറ്റിയത്. ഞാൻ ആ സമയത്ത് പറയട്ടെ, ഞങ്ങളുടെ ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, എൻ്റെ അക്കൗണ്ടിൽ ഒരു 1000 രൂപ തികച്ചെൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നില്ല. 800 രൂപ പോലും അക്കൗണ്ടിലും ഇല്ല. എൻ്റെ പേഴ്സിൽ 2 പുതിയ 10 രൂപയുണ്ട്. അതല്ലാതെ എനിക്ക് യാതൊരു സമ്പാദ്യവും എൻ്റെ ആ 33 വർഷത്തെ ആ സുവിശേഷ ആ സമയത്ത് എൻ്റെ ഉണ്ടായിരുന്നില്ല. ആ സിറ്റുവേഷനാണ് ഇവർ പറഞ്ഞ് ഞാൻ പൈസ കൊടുത്താണ് ആൾക്കാരെ മതം മാറ്റി. വിശ്വാസികൾ പറയുന്നു, അല്ല, ഞങ്ങൾക്ക് അദ്ദേഹം പൈസ തന്നില്ല, ഞങ്ങൾ രോഗികളായിരുന്നു, മാനസിക രോഗികളായിരുന്നു, വിവിധ വിഷയങ്ങളായിരുന്നു. അത് പറയുമ്പോൾ അവരെ പറയുന്നത്, ഇവര് എത്രമാത്രം ബ്രെയിൻ വാഷ് ചെയ്തിട്ടാണ് ഇവർ ഇങ്ങനെ പറയുന്നത്
എന്ന് പറഞ്ഞ് അവരെന്നെ അടിക്കാൻ തുടങ്ങി. ഏതാണ്ട് 1.25 മണിക്കൂർ ആ ഗ്രാമത്തിൽ അവർ അടിച്ചു, എന്നെ ഇട്ടടിച്ചു. അവർ ഫോൺ വിളിക്കുന്നു, സുഹൃത്തുക്കളെ മതം മാറ്റുന്നവരെ കിട്ടിയിട്ടുണ്ട്, അവരെ നേതാവിനെ വിളിച്ച് ചോദിച്ചു ഇവിടെ ഇട്ട് കൊന്നേക്കട്ടെ. അപ്പൊ അവർ പറഞ്ഞു അവിടെ വേണ്ട, സിറ്റിയിലേക്ക് കൊണ്ടുപോകും. അറിയാതെ 1.25 കിലോമീറ്റർ ദൂരം സിറ്റി. അവിടെ കൊണ്ടുപോയി 2 അമ്പലങ്ങളുണ്ട് വലിയ. അപ്പൊ അവിടെ കൊണ്ടുവന്നിട്ട് അവിടെ നമുക്ക് അവനെ അവിടെ വെച്ച് കത്തിക്കാം, കൊല്ലാം. അങ്ങനെ അവർ ഫോണിൽ ഞങ്ങളുടെ അടുത്തു നിന്നാണ് പറയുന്നത്. അപ്പം കൂട്ടുകാരെയൊക്കെ വിളിച്ച് ഒരു ആഘോഷമാക്കിയത്. അപ്പൊ അവർ പറയും ഇപ്പൊ കൊണ്ടുവരും, ഞങ്ങൾ വന്നിട്ട് കൊണ്ടുപോകും, ഞങ്ങൾ വന്നിട്ട് കൊണ്ടുപോകാവോ. അങ്ങനെ പറഞ്ഞ ഗ്രാമത്തിലെ ആൾക്കാർ കൂടാൻ വേണ്ടി 1.25 മണിക്കൂർ എന്നെ അവിടെ വെച്ച് അവർ നല്ല രീതിയിൽ എന്നെ ഉപദ്രവിച്ചു. എൻ്റെ ഇവിടുത്തെ ഇണക്കിന് പ്രശ്നമുണ്ടായി, കണ്ണിന്റെ കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ടായി, ചെവിക്ക് കേൾവിക്ക് വിഷയമുണ്ടായി, ഈ കൈ പൊക്കാൻ പാടില്ലാതെയായി, നടുവിന് പ്രശ്നമായി, ഇങ്ങനെ പല പ്രശ്നങ്ങളായി. അവരവസാനം 100-300 ആൾക്കാർ കൂടി എന്നെ കൊല്ലാനായിട്ട് കൊണ്ടുപോകുന്ന ആ ഒരു വീഡിയോ ആണ് അന്ന് നിങ്ങൾ കണ്ടവരെല്ലാം കണ്ട വീഡിയോ, ബീഹാറിലെ ആ പ്രശ്നം ഉണ്ടായ വീഡിയോ. അപ്പോൾ അതിനു മുൻപ് അവരെന്നെ നന്നായി ടോർച്ചർ ചെയ്തതിന് ശേഷമാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. പോകുന്ന വഴിയിൽ നിൽക്കാൻ വയ്യ, നടക്കാൻ പാടില്ലാത്ത ഒരു സിറ്റുവേഷൻ എത്തിയത് കൊണ്ട് ഞാൻ ആ പോകുന്ന വഴിയിൽ മരിക്കുന്ന ഒരു സിറ്റുവേഷൻ എടുക്കുമ്പോൾ തൊട്ടടുത്തൊരു സർവീസ് സ്റ്റേഷൻ ഉണ്ട് വണ്ടി കഴുകുന്നത്. അപ്പോൾ ഇവർ ടോയ്ലറ്റിൽ പോകുന്ന കുപ്പികൾ റോഡ് സൈഡിൽ കാണും, വെള്ളം എടുത്ത് ടോയ്ലറ്റ് പോകും. ആ കുപ്പി അതിലൊരെണ്ണം എടുത്തുകൊണ്ട് വന്ന് സർവീസ് സ്റ്റേഷനിൽ വെള്ളം പോയി മേടിച്ചുകൊണ്ട് പിടിച്ച് വണ്ടി കഴുകുന്ന വെള്ളം കുപ്പിക്കകത്താക്കി അവർ എന്നെ കുടിപ്പിച്ചു, എൻ്റെ വൈഫിനെയും കുടിപ്പിച്ചു, എൻ്റെ കൂടെ എന്നെ സഹോദരനെ കുടിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ വീണ്ടും പോകുന്ന സമയത്താണ് അത്ഭുതകരമായിട്ട് ദൈവം രക്ഷിക്കുന്നത്. ഈ ആൾക്കാരിൽ ഒരുവനിലെ ദൈവം അവന്റെ ബുദ്ധിയെ തൊട്ടെന്നാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. അവൻ എൻ്റെ വന്ന് എനിക്ക് നടക്കാൻ വയ്യ, കൈ കുഴഞ്ഞു, കാല് കുഴഞ്ഞു, ശരീരം കുഴഞ്ഞു, വീഴാൻ പോകുമ്പോൾ ഒരു കുടലിൽ പിടിച്ച് പൊക്കും, മുൻപോട്ട് തള്ളും. ആ സിറ്റുവേഷനിൽ ഒരുവൻ ഓടി വന്ന് എൻ്റെ മുഖത്തടിച്ചു, കണ്ണും മൂക്കും പൊത്തി അടിച്ചിട്ട് പറഞ്ഞു നീ ഇനി ജയിലിൽ കിടന്ന് പുഴുവരിച്ച് നശിക്കും, മരിക്കും എന്ന് പറഞ്ഞ് പോലീസിന് വിളിക്കാനിടയായി. അങ്ങനെയാണ് പോലീസുകാർ വരുന്നത്. പോലീസുകാർ ആദ്യം 2 പോലീസ് വന്നപ്പോൾ അവർ സിറ്റുവേഷൻ മോശമാണെന്ന് മനസ്സിലാക്കി ഒരു സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു. ഒരു വണ്ടിക്കകത്ത് നിറയെ പോലീസുകാരും ഒരു സബ് ഇൻസ്പെക്ടറും. അവിടെ മാവോയിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് എപ്പോഴും അവിടെ കമാൻഡോസ് ഉണ്ട്. 2 കമാൻഡോസുമായിട്ട് അദ്ദേഹം അവരവിടെ വന്നു. അങ്ങനെ അവർ വരുമ്പോൾ ഞാൻ ശരീരത്തിന് ബ്ലഡ്, എൻ്റെ ഡ്രസ്സിലും ബ്ലഡ്, മുഖത്തൊക്കെ ബ്ലഡും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. പെട്ടെന്ന് അവർ റോഡ് സൈഡിൽ കിടക്കുന്ന വെട്ടുകഷ്ണം കൊണ്ട് എൻ്റെ വായിലൊക്കെ പൊട്ടി ചോരയൊക്കെ അവർ തുടച്ച് മാറ്റി. എന്നിട്ട് പോലീസ് വന്നപ്പോൾ അവരെന്നെ നിർത്തി. പോലീസ് വന്ന് സംസാരിച്ചു. പോലീസുകാരൻ എന്നോട് അങ്ങനെ അവർ എന്നോട് ചോദിച്ചു അവരെ അടിച്ചോ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന്. കാരണം ഒറ്റ നോട്ടത്തിൽ അവർക്ക് മനസ്സിലാകാൻ അടിക്കുന്നു. കാരണം അതേ മുഖത്തിന്റെ ഷേപ്പ് വരെ മാറിയിരുന്നു അടി കൊള്ളുന്ന സമയത്ത്. അങ്ങനെ പോലീസുകാരൻ ആ സബ് ഇൻസ്പെക്ടർ അദ്ദേഹം അവരോട് പറഞ്ഞു നിങ്ങൾ എന്താണ് ഈ കാണിച്ചത്. അപ്പൊ അവർ പറഞ്ഞു ഇദ്ദേഹം നമ്മുടെ വിദ്യാഭ്യാസമില്ലാത്തവര്, നമ്മുടെ അറിവില്ലാത്തവർക്ക് പൈസ കൊടുത്തും അതുപോലെ ബ്രെയിൻ വാഷ് ചെയ്ത് മതം മാറ്റുന്നവനാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഈ ഇന്ത്യൻ രാജ്യത്തിൽ ഏത് മതത്തിൽ വിശ്വസിക്കുവാനും ഏത് മതം പ്രചരിപ്പാനും അവസരമുണ്ട്. പക്ഷെ നിങ്ങൾ ഈ ചെയ്തത് നിങ്ങൾക്ക് നമ്മുടെ നിയമപരമായ കാര്യമല്ല എന്ന് അവരോട് പറയേണ്ടതായി. ഇത് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ 1000-300 ആൾക്കാരുണ്ട്. ഇവർ വീണ്ടും എന്നെ ആക്രോശിച്ച് എൻ്റെ കഴുത്തിൽ പിടിച്ച് 4 ഭാഗത്തു നിന്ന് തന്നെ പിടിക്കാറുണ്ട്. എൻ്റെ ആധാർ കാർഡ്, ഫോൺ നമ്പർ, ഫോണ് അത് ബൈബിൾ എല്ലാം അവർ പിടിച്ചു വാങ്ങിച്ചു കഴിഞ്ഞിരുന്നു. ആധാർ കാർഡിന്റെ ഫോട്ടോ എടുത്തു, ഫോൺ നമ്പർ അവർ ചോദിച്ചു മേടിച്ചു, വീട്ടിലെ അഡ്രസ്സ് അവർ ചോദിച്ചു മേടിച്ചു, ആധാർ കാർഡ് നോക്കി എല്ലാം അവർ സേവ് ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ് ആൾക്കാർ ദൂരേക്ക് വന്നപ്പോൾ പെട്ടെന്ന് കമാൻഡോസ് വന്ന് ബാക്കിയുള്ള പോലീസുകാർ ഞങ്ങളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി ഇതിനകത്ത് ആ പോലീസ് വണ്ടിയിൽ കയറ്റിയിരുത്തി. അവർ സ്റ്റാറ്റസ് മേലെ വന്ന് അതിൽ കയറ്റിയിരുത്തി ഞങ്ങളെ 2 പേരെ അതിനകത്ത് സേഫ് ആക്കിയതിനു ശേഷം അവർ പുറത്തിറങ്ങി ഈ ജനക്കൂട്ടത്തോടെ എന്താണ് സംസാരിക്കുന്നത് ഞങ്ങൾക്ക് ശരിക്കും അറിയില്ല. 2.5-3 മണിക്കൂർ, 1 മണിക്കൂറോളം അവർ സംസാരിച്ചു. അതിനുശേഷം ഞങ്ങളെ പുറത്തിറക്കി ഞങ്ങളെ എന്നോട് ചോദിച്ചു വീട്ടിൽ പോകാൻ കഴിയുമോ. ഞാൻ പറയും ഞങ്ങൾ പോയിക്കോളാം. നിങ്ങൾ എങ്ങനെയാ വന്നത്? ബൈക്കിലാണ് വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ബൈക്ക് എവിടെയാണ് ഞങ്ങൾ പ്രാർത്ഥന നടത്തുന്ന ആ സ്ഥലത്താണ്. അവിടെ നിന്ന് ഏകദേശം നല്ല ദൂരം വന്നവരെ കൊല്ലാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് നിർത്തിക്കുന്ന 5-6 മിനിറ്റോളം നടന്നാൽ നമ്മൾ എത്തും. അവന് ആ 6 മിനിറ്റിനുള്ളിൽ പോലീസ് വരുന്നില്ലെങ്കിൽ എന്നെ അവർ കത്തിക്കും. പക്ഷേ ഈ ഒരു 6 മിനിറ്റിനുള്ളിലാണ്. അപ്പൊ എന്നെ പിടിക്കുന്ന സമയത്ത് ഇവർ പറയുന്നുണ്ട് ദൈവം, നീ പറഞ്ഞു നിന്റെ ദൈവം വലിയവനാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നിന്നെ കൊല്ലാനാണ് വന്നത്. കഴിഞ്ഞ പൂജ 2 മാസം മുമ്പ് പൂജയായിരുന്നു. പൂജയ്ക്കാണ് നിന്നെ കൊല്ലാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ഇപ്പൊ ഞങ്ങൾ നിന്നെ കൊല്ലാനാണ് കൊണ്ടുവന്നത്. നിന്റെ ദൈവം
രക്ഷിക്കുന്നു കാണട്ടെ. അങ്ങനെ അത് ആ പിടിച്ചോണ്ട് വരും 3 പ്രാവശ്യം ചലഞ്ച് ചെയ്ത് അങ്ങനെയാണ് ഇവരെ കൊണ്ടുപോകുന്നത്. അവർ 6 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 7 മിനിറ്റിനുള്ളിൽ അവർ കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഞാനിവിടെ ഇരിക്കില്ലായിരുന്നു. പക്ഷെ അതിനുള്ളിൽ എന്റെ കർത്താവ് ഒരു പോലീസുകാരന്റെ വേഷത്തിൽ വന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്. കാരണം ബീഹാറിൽ എന്നാൽ നോർത്തിൽ ഒരു പോലീസുകാരും ആരെയും സഹായിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. എന്നാൽ എന്റെ കർത്താവ് ഒരു സബ് ഇൻസ്പെക്ടർ വേഷത്തിൽ വന്നതുപോലെയായിരുന്നു. അദ്ദേഹം അവനെ സംരക്ഷിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. അങ്ങനെ ബൈക്കിൽ ഞങ്ങളെ അവിടെ നിന്ന് പറഞ്ഞു വിട്ട് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ഞങ്ങളുടെ പുറകെ അദ്ദേഹം ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് വന്നതിന് ശേഷം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോരുവാനിടയായി. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നാട്ടിൽ വന്നു. നാട്ടിൽ അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ പേഴ്സിക്യൂഷൻ റിലീഫ് പറയാതിരിക്കുന്നത് നന്ദികേടാണല്ലോ. പേഴ്സിക്യൂഷൻ റിലീഫിൽ ഷിബു സാറും വിവരം അറിഞ്ഞ് അദ്ദേഹം ഞങ്ങളെ വിളിച്ച് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം. അപ്പൊ ഈ സംഭവം ഉണ്ടാകുന്ന ഒരു വർഷം ഒരു 6-7 മാസത്തിന് മുമ്പ് എനിക്ക് ഒരു ഹാർട്ടിനൊരു പ്രശ്നം ഉണ്ടായതാണ്. എൻ്റെ BP 0 ആയിപ്പോയി. അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായതാണ്. അതുകൊണ്ട് അന്ന് ഡോക്ടർമാർ ഈ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ അവസ്ഥ, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം, നിങ്ങളുടെ ശരീരത്തിൽ നീര് വെച്ചാൽ നിങ്ങളുടെ ഹാർട്ടിന് അത് താങ്ങാൻ കഴിയില്ല, നേരം വിളക്കുന്നതിനും നിങ്ങൾ തീർന്നു പോകും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം. അവരെ വിശ്വാസികളോട് സാറ് ഒരിക്കലും ജമ്മുവിൽ ഒരു ഹോസ്പിറ്റലിൽ പോകരുത്, അവർ ചെന്നാൽ നിങ്ങളെ അവർ കൊന്നുകളയും. ആ ഒരു സിറ്റുവേഷനാണ് ജമ്മുവിലുള്ള പോലീസ് സ്റ്റേഷനും ഹോസ്പിറ്റലും എല്ലാം. ഷിബു സാറ് പറഞ്ഞ് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണം. അദ്ദേഹം ഞങ്ങൾ പൊയ്ക്കോളാം, കാരണം പൈസ കയ്യിലില്ല ഹോസ്പിറ്റലിൽ പോകാൻ. 10 മിനിറ്റ് കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും വിളിച്ചു, പോയില്ലേ. അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും വിളിക്കുന്നത് ഹോസ്പിറ്റലിൽ പോയില്ലേ. എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, എൻ്റെ ഇവിടെ ഇണക്കിന് പ്രശ്നം ഉണ്ടായിരുന്നു. എൻ്റെ വൈഫാണ് സംസാരിക്കുന്നത്. പുള്ളിക്കാരൻ ചോദിച്ചു എന്താ പോകാത്ത ഹോസ്പിറ്റലിൽ, പൈസ ഇല്ലേ, ഞാൻ പൈസ ഇട്ട് തരാം. അങ്ങനെ അദ്ദേഹം പൈസ ഞാൻ ഇട്ട് തന്നു, ഹോസ്പിറ്റലിൽ പോകാനുള്ള പൈസ ഇട്ട് തന്നു. അതിനുള്ള അദ്ദേഹത്തോട് ആരോ പറഞ്ഞെന്നാണ് എനിക്ക്. അദ്ദേഹം പറഞ്ഞു ഒരിക്കലും ജമ്മുവിൽ ഹോസ്പിറ്റലിൽ പോകരുത്, പട്നയിൽ എവിടെ പോകണം. അങ്ങനെ ഞങ്ങൾ പട്നയിൽ പിറ്റേ ദിവസമാണ് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ അവിടെ ചെല്ലുന്ന രാത്രി നിങ്ങൾ ഡോക്ടർ എക്സ്റേ എടുക്കണം, കഴുത്തിന് എക്സ്റേ എടുക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിലും അവിടെ സന്ധ്യാസമയം കഴിഞ്ഞാൽ അവിടെ എല്ലാം അടയ്ക്കുമല്ലോ. അങ്ങനെ അന്നൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ പിറ്റേ ദിവസം അവിടുന്ന് ഞങ്ങൾ നാട്ടിലേക്ക് പോരാനിടയായി. ഇവിടെ വന്ന ഉടനെ തന്നെ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ പോയി. അതായത് ജേക്കബ് നേനൻ പാസ്റ്ററുമായിട്ട് നമ്മുടെ ഡാനിയൽ ഡോക്ടർ, അതായത് JP നേനൻ സാറിന്റെ മരുമോൻ ഡാനിയൽ സാറുമായിട്ട് ഒരു ഫ്രണ്ട്സാണ്. അപ്പൊ അദ്ദേഹത്തോട് വിളിച്ചു പറഞ്ഞു എൻ്റെ സഹോദരനാണ്, നിങ്ങൾ നോക്കണം. അങ്ങനെ അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല, അങ്ങോട്ട് പറഞ്ഞു വിട്ടു, ഞങ്ങൾ നോക്കിക്കൊള്ളാം. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ ഡോക്ടർ ഡാനിയൽ ഒരു പറ്റം ഡോക്ടർമാരെ അവിടെ എനിക്ക് വേണ്ടി സജ്ജമാക്കി നിർത്തിയിരുന്നു. ഒരു ഹോസ്പിറ്റലിലെ തോമസ് അച്ഛൻ അതിന്റെ ഇൻചാർജാണ്. ഇവരെല്ലാം എന്നെ വളരെ കാര്യമായി നോക്കി. പിന്നെ MRI ചെയ്തപ്പോൾ അവർ പറഞ്ഞ് സ്പൈനൽ കോഡ് ചേർന്നുള്ള അസ്ഥിക്ക് പൊട്ടലുണ്ട്, ഒരു ചെറിയൊരു മുടിനാരിന്റെ വ്യത്യാസത്തിലാണ് രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ തളർന്നു പോകുമായിരുന്നു, കഴുത്തിന് താഴേക്ക് തളർന്നു പോകുമായിരുന്നു എന്ന് ഡോക്ടർ എന്നോട് ഇങ്ങനെ പറയാനിടയായി. അതിനുശേഷം ആ ഇടത്ത കിഡ്നിക്ക് ചെറിയ വീക്കമുണ്ടായിരുന്നു, തലയിലെ ഞരമ്പ് എല്ലാം ചതവുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഞാൻ ചികിത്സയിലായിരുന്നു. വളരെ അപ്പോൾ എൻ്റെ മോള് ഒരു രോഗിയാണ്, ഡിപ്രഷൻ അവസ്ഥയിലേക്ക് പോയി. അങ്ങനെ പല പ്രശ്നങ്ങളും അത് കുറിച്ച് ഞങ്ങൾ രണ്ട് ആ ഒരു ഫാമിലിയിൽ അങ്ങനെ ഉണ്ടായി. എങ്കിലും കർത്താവ് ഞങ്ങളെ സഹായിച്ചു. മോളിപ്പോൾ കുഴപ്പമില്ല, അവളിപ്പോൾ നഴ്സിംഗിൽ പഠിക്കുകയാണ്, 3rd ഇയറിൽ. എന്നാൽ സെക്കൻഡ് ഇയറിൽ, ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ക്ലാസ്സിൽ അവൾ ടോപ്പായിരുന്നു. 3rd ഇയറിൽ പരീക്ഷ ഒക്കെ എഴുതാൻ കഴിഞ്ഞില്ല. കാരണം സെക്കൻഡ് ഇയറിലെ പരീക്ഷയുടെ സമയമായപ്പോൾ അവൾക്ക് കുറച്ച് നാൾ കോളേജിൽ പോകാൻ പറ്റാതെ വന്നു. ഞങ്ങളുടെ ഈ വിഷയങ്ങളും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് കോളേജിൽ പോകാൻ പറ്റാതെ വന്നു. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിച്ചെങ്കിലും അവർ പറഞ്ഞു 34,000 രൂപ തരണം, അല്ലാതെ പരീക്ഷ എഴുതിക്കില്ല. പക്ഷെ അത് പറഞ്ഞ ഒരു 1 ദിവസത്തിനുള്ളിൽ കൊടുക്കണം. അപ്പൊ ആ ഒരു സമയത്ത് എന്നെ കൊണ്ട് അതിന് കഴിയാഞ്ഞത് കൊണ്ട് പിന്നീട് കുഞ്ഞിന് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല. അവൾ പിന്നെ സെക്കൻഡ് ഇയറിൽ തോറ്റ പിള്ളേരോട് സപ്ലി ആയിട്ടാണ് അവൾ പരീക്ഷ എഴുതുന്നത്. എങ്കിലും ആ ബാച്ചിൽ അവൾ ടോപ്പായിട്ടാണ് പാസ്സായി. 3rd ഇയറിലായപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞ സപ്ലി ആണ് എഴുതിയത്, അതുകൊണ്ട് അടുത്ത സപ്ലിക്ക് നിനക്ക് എഴുതാൻ കഴിയുള്ളൂ. അങ്ങനെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ അവർ പരീക്ഷയായിരുന്നു, അവർക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല. 6 മാസം കഴിഞ്ഞ് വീണ്ടും പരീക്ഷ എഴുതാൻ കഴിയുള്ളൂ. ഇപ്പോൾ അവളൊരു ഹോസ്പിറ്റലിൽ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആഷ്ലി എന്നാണ് അവളുടെ പേര്. തലവേദനയുടെ ഒരു പ്രശ്നം, ട്രൈജീനിയൽ ന്യൂറാൾജിയ എന്നൊരു അസുഖമാണ്. അതുപോലെ ബൈക്കിന് പുറകിൽ എൻ്റെ കൂടെ വന്നങ്ങനെ വീണു, അങ്ങനെ മുട്ടിന് പ്രശ്നമാണ്. അങ്ങനെ അനേക ശാരീരിക വിഷയങ്ങളുമായിട്ടൊക്കെ അവൾ മുൻപോട്ട് പോകുന്ന അവളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം.
ഞങ്ങളിപ്പോൾ അതിനുശേഷം ഞാൻ ബീഹാറിൽ പോയിരുന്നു. എന്നാൽ കഴിഞ്ഞ തണുപ്പ് വന്ന് കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് പട്നയ്ക്കടുത്ത് ആണ് ഞാൻ പോയത്. ഞങ്ങൾ ആ ഭാഗത്തേക്ക് ചെല്ലരുത് എന്നോട് പോലീസുകാർ പറഞ്ഞിരുന്നു. ഇനി ജമ്മു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നിങ്ങൾ വരരുത്, വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്യാരണ്ടി ഉണ്ടാവില്ല. എന്നെ പിടിച്ചവരും പറഞ്ഞു ഇനി മേലെ നിന്നോട് കണ്ടാൽ ഇത് ലാസ്റ്റ് വാർണിംഗ് ആണെന്ന് പറഞ്ഞു. പോലീസുകാരും പറഞ്ഞു അങ്ങനെ. എങ്കിലും ഞങ്ങൾ ജമ്മുവിൽ പട്നയിൽ ചെന്ന് തണുപ്പ് സമയം എനിക്ക് നിൽക്കാൻ പറ്റാതെ വന്ന് ഇപ്പോഴും എനിക്ക് തണുപ്പടിച്ചു കഴിഞ്ഞാൽ തലയ്ക്കും അതുപോലെ കഴുത്തിന്റെ ഭാഗത്തും പുറത്തും ഇങ്ങനെ ആ ഒരു പ്രത്യേക വേദനയാണ്, ഭയങ്കര വേദന. രാത്രി എനിക്ക് ഉറങ്ങാനൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ബീഹാറിൽ നിന്ന് പോരാനിടയായി. അപ്പോൾ എനിക്ക് ഡോക്ടർമാർ പറഞ്ഞു ഒരിക്കലും നിങ്ങൾ നോർത്തിലേക്ക് വരരുത്, അത് നിങ്ങളുടെ ശാരീരിക സ്ഥിതി പ്രശ്നമാണ്. ഹാർട്ടിന്റെ ഡോക്ടറിനോട് പറഞ്ഞു ഒരു കാരണവശാലും തണുപ്പത്തിന് ചൂടൊന്നും നിങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല. അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. എങ്കിലും വളരെ ഉള്ളിൽ ദൈവം തന്ന ആ ഒരു വർക്ക് ചെയ്യാനുള്ള ആ ഒരു ആഗ്രഹം കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇനി കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞങ്ങളിപ്പോൾ പത്തനംതിട്ടയിൽ ഹിന്ദിക്കാരുടെ ഇടയിൽ, പ്രത്യേകിച്ച് ബീഹാറികളുടെ ഇടയിൽ ഒരു പ്രവർത്തനം ആരംഭിച്ചു. പുതിയ പ്രവർത്തനമാണ്, വേറെ വിശ്വാസികൾ ആരുമില്ല. രാജസ്ഥാനിൽ ഒരു റോയിയുണ്ട്, അദ്ദേഹമാണ് ഞങ്ങൾക്ക് ഒരു വീട് അറേഞ്ച് ചെയ്തത്. അദ്ദേഹത്തിന്റെ നാടാണത്. ഒരു വീട് അറേഞ്ച് ചെയ്ത് തന്നു. അദ്ദേഹത്തിന്റെ അനിയന്റെ വീട്, അത് വിൽക്കാനിട്ടിരിക്കുന്ന വീടാണ്, ഫ്രീ ആയിട്ടാണ്. എന്നാൽ പെട്ടെന്ന് ആ വീട് വിൽക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നീട് ഒരു വാടകയ്ക്ക് നമ്മൾ മാറാനുള്ളൊരു സാഹചര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പാസ്റ്റർ ഞങ്ങളത് അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു പയ്യൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പഠിക്കുന്ന ഒരു സഹോദരനാണ്. അദ്ദേഹത്തോട് ഞങ്ങൾ സുവിശേഷം പറഞ്ഞു. അങ്ങനെ ഒരു ആഗ്രഹത്തിൽ അദ്ദേഹം ഇരിക്കുന്നു. അദ്ദേഹമാണ് 2-3 ആഴ്ചയോളം ഞങ്ങളുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് ഇരുന്നു. അദ്ദേഹം വേറൊരു സഹോദരനോട് കൂട്ടിക്കൊണ്ട് വന്നു. എന്നാൽ അദ്ദേഹത്തിന് പ്രാർത്ഥനയോട് താല്പര്യമില്ലാതെ അദ്ദേഹം തിരിച്ചു പോയി. എങ്കിലും ഈ ഒരു സഹോദരൻ ബബിളു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. വിവാഹിതനാണ്, 2 കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ നാട്ടിൽ പോയി. അടുത്ത ആഴ്ച അദ്ദേഹം വരത്തുള്ളൂ. അങ്ങനെ ഇരിക്കുന്നു അവിടുത്തെ ഇപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് കേരളത്തിൽ തന്നെ ഹിന്ദിക്കാരുടെ ഇടയിൽ വർക്ക് ചെയ്യുകയാണ്. ആരുടെയും സപ്പോർട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഞാനിവിടെ ഇൻഡിപെൻഡന്റ് പാസ്റ്റേഴ്സ് മിനിസ്ട്രിയുള്ള പാസ്റ്റർ ഒരു ഡോക്ടർ ഉണ്ട്, അദ്ദേഹത്തോട് ചേർന്ന് ഡോക്ടർ ഷാജൻ ഡോക്ടർ എന്ന് പറയും, ഊന്നുകല്ലിൽ, അതായത് നമ്മൾ കോതമംഗലത്താണ്. അദ്ദേഹം ഞങ്ങളെല്ലാം ഒരു ഫെലോഷിപ്പായിട്ട് നിൽക്കുന്നു. അങ്ങനെ ഒരു പ്രവർത്തനത്തിലാണ് ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. അവിടെ വർക്ക് ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കണം. ആണ് ഞങ്ങൾക്ക് അനേകം വിശ്വാസികളെ, പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നു, ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിച്ചിറങ്ങുന്ന സമയത്ത് അട്ടപ്പാടിയിലും ബീഹാറും ഈ 2 സ്ഥലവും ഒരു കാരണവശാലും പോകില്ല എന്ന് മനസ്സിൽ ഉറച്ചൊരു സ്ഥലമാണ്. എന്നാൽ ഞാൻ അട്ടപ്പാടിയിൽ പോയി, അത് ദൈവികതമായിരുന്നു. ഞാൻ പറയാനുള്ള കാരണം, ഞാൻ ബീഹാറിൽ ചെന്ന് എനിക്ക് ആരും സപ്പോർട്ട് ഇല്ലാതിരിക്കുമ്പോഴാണ് അട്ടപ്പാടിയിൽ ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു സിജിമോൾ എന്ന് പറയുന്ന ഒരു സഹോദരി, ഒരു അമേരിക്കനാണ്. അവർ ഹാർട്ട് പേഷ്യൻ്റായിട്ട് നമ്മുടെ അടുക്കൽ വന്ന് നടക്കാനും ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് ആ സഹോദരിക്ക് അന്ന് ഒരു സാൽവേഷാമിൽ വർക്ക് ചെയ്യുന്ന സഹോദരിയായിരുന്നു. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം അവർ സൗഖ്യമാക്കി. അതിനുശേഷം അവർ വിവാഹിതയായി. പിന്നെ അവിടുന്ന് പോകുന്നതിന് ശേഷം സഹോദരിയെക്കുറിച്ച് എനിക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയോ അവർക്ക് എൻ്റെ നമ്പർ കിട്ടി. ബീഹാറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ എൻ്റെ ഫോണിൽ വിളിച്ചു. എന്നോട് പറഞ്ഞു, പാഷ ഇപ്പോഴും നടന്നാണോ പോകുന്നത്? ഞാനിപ്പോൾ അമേരിക്കയിലാണ്. എന്നെ ജോലി അമേരിക്കയിൽ ഇപ്പോൾ സഹോദരിക്ക് ജോലിയില്ല. അദ്ദേഹത്തിന്റെ ഹസ്ബൻഡാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങളൊരു ബൈക്ക് വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ബൈക്കിന് വേണ്ടി ഒരു 10,000 എനിക്ക് ഒരാളെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്, ബാക്കി പൈസ തന്നാൽ മതി. അങ്ങനെ ബാക്കി എന്നോട് ഇഷ്ടമുള്ള വണ്ടി പാസ് പോയി എടുത്തോളൂ, സ്റ്റോറൂമിൽ ചെന്നിട്ട് പറഞ്ഞാൽ മതി. അങ്ങനെ ഞാൻ ബൈക്കിന്റെ സ്റ്റോറൂമിൽ ചെന്ന് ഒരു വണ്ടി പറഞ്ഞു. മറ്റേ പനിയാൻ്റെ തരാമെന്ന് പറഞ്ഞ സാബു എന്ന് പറഞ്ഞ സാബു അച്ഛൻ, അദ്ദേഹത്തോടും പറഞ്ഞു ഇങ്ങനെ ഒരു ഓഫർ വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഞാൻ പൈസ തരില്ല, നിങ്ങൾ വാങ്ങിക്കുന്ന അന്നേ പൈസ തരുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ നിങ്ങൾ വാടകയ്ക്ക് ആദായിട്ടാന്ന് പറഞ്ഞ് ചെലവാക്കും. അങ്ങനെ പറഞ്ഞാണ് അദ്ദേഹം പൈസ തരാതിരുന്നത്. എന്നാൽ അന്ന് പറഞ്ഞ് അദ്ദേഹം പൈസ ഇട്ട് തന്നു. ബാക്കി പൈസ സിജിമോൾ ഫാമിലി ഇട്ട് തന്നു. അങ്ങനെയാണ് ഞാനൊരു ബൈക്ക് വാങ്ങിക്കുന്നത്. ആ ബൈക്ക് ആണ് ഈ 13 വർഷം ബീഹാറിന്റെ 100 കിലോമീറ്റർ ചുറ്റളവിൽ എന്നെ കൊണ്ടു നടന്നത്. അത് ബീഹാറിൽ നിന്ന് വന്ന ഒരു അനുഗ്രഹമാണ്. അപ്പോൾ ഞാൻ ബീഹാറിൽ പോയ ദൈവഹിതമാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് ബീഹാറിൽ ചെന്ന് കഴിഞ്ഞ് അനേകം വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, അതുപോലെ ഏതാണ്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വേറെ 300ഓളം വിശ്വാസികളെ സ്നാനപ്പെടുത്തുവാൻ ദൈവം അവസരം തന്നു. സ്നാനപ്പെടാത്തതും ആയിട്ടുള്ള അനേക വിശ്വാസികളെ ആ ദേശത്ത് ദൈവം തന്നു. ബീഹാറിന്റെ ഒരു ഉണർവിന്റെ സമയമാണ്.
നമ്മൾ കൈകോർത്ത് പ്രാർത്ഥിച്ചാൽ ദൈവം ബീഹാറിനെ സന്ദർശിക്കും. ദൈവം ബീഹാറിനെ കർത്താവിന് വേണ്ടി നമുക്ക് നൽകി തരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് ഇപ്പോഴും വിശ്വസിക്കുന്നു. അത് തന്നെയാണ് ഞാനിപ്പോഴും പത്തനംതിട്ടയിൽ ഞാൻ ചെയ്യുന്നത്. ബീഹാറിലുള്ള വിശ്വാസി സഹോദരന്മാരെ കർത്താവിന്റെ നാമമായി ബീഹാറിലേക്ക് തിരിച്ചുവിടുക, അതാണ് എൻ്റെ ലക്ഷ്യം. ആ ഒരു എനിക്ക് പോകാൻ കഴിഞ്ഞ സ്ഥലത്ത് അവരെ പറഞ്ഞു വിടുക, ആ ഒരു ലക്ഷ്യത്തിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. അന്ന് എൻ്റെ കൂടെ അടികൊണ്ട സഹോദരൻ ഞങ്ങൾ അന്ന് ചെയ്തുകൊണ്ടിരുന്ന വർക്ക് അദ്ദേഹം ഇപ്പോഴും അവിടെ തുടർന്ന് ചെയ്യുന്നുണ്ട്. ഞാൻ വിശ്വാസത്തിൽ കൊണ്ടുവന്ന ഒരു അനുഭവം അദ്ദേഹം ഒരു ആ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ പലരും നമ്മുടെ വിശ്വാസികൾ തന്നെ അവിടെ പ്രവർത്തനങ്ങളെല്ലാം മേൽനോട്ടം ചെയ്ത് ബീഹാറിലെ വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശാരീരിക സ്ഥിതികൾ വളരെ മോശമാണ്. എങ്കിലും എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ജീവിതം കർത്താവ് എനിക്കത് രണ്ടാം ജന്മമാണ്. എനിക്കിതിനു മുമ്പ് കൊറോണ വന്ന സമയത്ത് ഞാൻ മരിച്ചു പോയെന്ന് എല്ലാവരും വിചാരിച്ചതാണ്. ആ കൊറോണ വന്നതിന് ശേഷമാണ് ഞാൻ ആദ്യം പറഞ്ഞ 42 പേര് ഒരുമിച്ച് ഞാൻ സ്നാനപ്പെടുത്തി. അതിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ എന്നെ സംബന്ധിച്ചാൽ ഇത് മൂന്നാമത്തെ ജന്മം, ഇതൊരു ബോണസ് ലൈഫാണ്. അപ്പോൾ കർത്താവ് തന്നൊരു ബോണസാണ്. അത് മാക്സിമം കർത്താവിന് തിരിച്ചു കൊടുക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. അതിനെനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന അത്യാവശ്യമാണ്. അത് പ്രാർത്ഥന നിങ്ങൾ എനിക്ക് വേണ്ടി ഞങ്ങളോട് പ്രാർത്ഥിക്കണം. ഞാൻ ആദ്യം ഓർപ്പിച്ചത് എൻ്റെ പേര് പാസ്റ്റർ സണ്ണി CP, എൻ്റെ വൈഫ് കൊച്ചറാണി, എൻ്റെ മോളുടെ പേര് ആഷ്ലി എന്നാണ്. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇങ്ങനൊരു അവസരം നൽകി തന്ന അരോമ TVക്കും അതിൻ്റെ പ്രവർത്തകർക്കും ഞങ്ങൾ ദൈവനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും ഞങ്ങളുടെ നന്ദിയും അറിയിക്കുന്നു. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, ഇപ്പോൾ തന്നെ തല പൊക്കി നോക്കിയാൽ നിലങ്ങൾ കൊയ്ത്തിന് വിളഞ്ഞിരിക്കുന്നു. കൊയ്ത്തിന്റെ യജമാനനോട് വേലക്കാർക്കായി പ്രാർത്ഥിപ്പാൻ കർത്താവ് നമ്മളോട് പറയുവാനിടയായി. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിന്റെ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ചാൽ കർത്താവ് ശക്തമായിട്ട് നമ്മളെ ഉപയോഗിക്കും. ഭാരതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ഞാനൊരു സുവിശേഷക്കാരാകുന്നത്, ഭാരത സുവിശേഷകരണത്തിൽ ഭാരതത്തിന്റെ ഉണർവിന് കർത്താവെ നീ എന്നെ ഉപയോഗിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ കർത്താവ് നമ്മളെ ഉപയോഗിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവ് ഈ നല്ല സന്ധ്യാസമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ ആരോമ TVക്കായി പ്രാർത്ഥിക്കുന്നു. അതിന്റെ പ്രവർത്തനങ്ങളെ, അതിന്റെ പ്രവർത്തകരെ, നേതൃത്വം നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരോട് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഞങ്ങളെ കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. വിശേഷാൽ ഈ സാക്ഷ്യം കേൾക്കുന്ന, ഈ എൻ്റെ ശബ്ദം കേൾക്കുന്ന, കർത്താവ് സാക്ഷ്യം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഭാഷ ഇല്ലാതെ അവരേത് സ്റ്റേറ്റിലിരുന്നാലും ഏത് രാജ്യത്തിരുന്നായിരുന്നാലും ഈ പ്രാർത്ഥന കേൾക്കുന്നവര് പരിശുദ്ധാത്മാവ് ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ സമയം ശക്തമായി വ്യക്തമായി അവരോട് സംസാരിക്കണമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ പ്രാർത്ഥന, കർത്താവ് ഈ സാക്ഷ്യം, കർത്താവ് ഒരു ജീവിതത്തിൽ ഒരു മാറ്റമായി തീരുവാൻ, ഒരു അനുഗ്രഹമായി തീരുവാൻ, ഒരു കുടുംബങ്ങൾക്ക് ഒരു വിടുതലായി തീരുവാൻ സ്വർഗം ഇടയാക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി, യേശുവിന്റെ നാമത്തിന്റെ ശക്തി, പരിശുദ്ധന്റെ വചനത്തിന്റെ ശക്തി കർത്താവ് കേൾക്കുന്ന വ്യക്തികളുടെ ഭവനങ്ങളിൽ, അവരുടെ കുടുംബങ്ങളിൽ കർത്താവ് ഇന്ന് രാത്രി ഈ സമയത്ത് അവിടുന്ന് വ്യക്തമായി ഇടപെടുമാറാകണം. അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരത സുവിശേഷീകരണത്തിന് വേണ്ടി കർത്താവ് ഒരു നാഴികക്കല്ലായി കർത്താവെ നീ അവരെ ഉപയോഗിക്കണം. അല്ല കർത്താവ് ശിംശോന്റെ കയ്യില് പച്ച താടിയല് പോലെ, കഴുതയുടെ പച്ച താടിയല് പോലെ ഈ കർത്താവെ ഈ ദിവസങ്ങളിൽ അവരായിരിക്കുന്ന മണ്ഡലങ്ങളിൽ കർത്താവെ നിനക്ക് വേണ്ടി അധ്വാനിക്കുവാൻ, കർത്താവെ നിനക്ക് വേണ്ടി നിൽക്കുവാൻ, പോരാടുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഓരോ വ്യക്തികളിൽ മേൽ ഇറങ്ങുമാറാകണമെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവം അത്ഭുതം പ്രവർത്തിക്കണം. ഞങ്ങളുടെ രാജ്യത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ, തെക്ക് മുതൽ വടക്ക് വരെ, കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ രാജ്യത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും യേശുവിന്റെ നാമത്തിന്റെ ശക്തി വെളിപ്പെട്ട് വരുവാൻ
കർത്താവ് പ്രവർത്തിക്കുന്ന എല്ലാ കർത്താവ് സുവിശേഷ സംഘടനകളെല്ലാം ഞങ്ങൾ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. കർത്താവ് വിദേശ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് കേൾക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന മണ്ഡലങ്ങളിൽ സ്വർഗം അവരെ സഹായിക്കണം. ആയിരിക്കുന്ന പരിമിതികളിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ നാമത്തിനു വേണ്ടി നിൽക്കുവാൻ, നിന്റെ നാമത്തിനു വേണ്ടി കർത്താവെ അവർ ഉപയോഗപ്പെടുവാൻ സ്വർഗം വരെ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവെ നല്ല സമയത്ത് കർത്താവ് ഇങ്ങനെ ഒരു അവസരം നൽകി തന്ന കർത്താവിനെ ഒരിക്കൽ കൂടെ നന്ദി കരുത്തിക്കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയം കൂടെ ഒരിക്കൽ കൂടെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന സ്വർഗം കേട്ട് ഉത്തരമരുളുമാറാകണം. കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പ്രിയ സണ്ണി പാസ്റ്റർ. ഇത്രത്തോളം സമയം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് തന്ന ഈ അവസരത്തിൽ ദൈവദാസൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം പറയുവാൻ സ്വർഗം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. വല്യപ്പച്ചനും മകനും അദ്ദേഹത്തിന്റെ കൊച്ചുമക്കളും എല്ലാവരും തലമുറയായി കർത്താവിന്റെ മഹത്വമുള്ള വേലയില് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, കർത്താവിന് വേണ്ടി പീഡനങ്ങളും കഷ്ടതകളും ഉപദ്രവങ്ങളും നിന്ദകളും അപമാനങ്ങളും ഒക്കെ സഹിക്കുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും തിരഞ്ഞെടുത്തു എന്ന് കേൾക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. സുവിശേഷ വിരോധികളുടെ ആക്രമണത്താൽ വല്യപ്പച്ചനും ദേഹോപദ്രവവും നിന്ദകളും ഒക്കെ സഹിക്കേണ്ടി വന്നു. പിതാവ് സഹിക്കേണ്ടി വന്നു. മക്കൾ 5 പേരും കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്നു. അതും വടക്കേ ഇന്ത്യയുടെ വിവിധ ദേശങ്ങളിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ജയിലിലും അതുപോലെ മറ്റു പലവിധമായ സാഹചര്യങ്ങളിലും ഒക്കെ സഹോദരങ്ങളിൽ പലരും കർത്താവിന്റെ വേലയുള്ള ബന്ധത്തില് കഷ്ടപ്പെടുവാൻ, ശിക്ഷിക്കപ്പെടുവാനൊക്കെ ഇടയായി തീർന്നു. അതിനെ കുറിച്ചുള്ളതായ ഒരുപാട് അനുഭവങ്ങൾ, ഓർമ്മകൾ ദേവദാസൻ പറഞ്ഞു. അട്ടപ്പാടിയിലും ബീഹാറിലും ഉത്തരേന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിലും പോയി ഒരുപാട് കഷ്ടതകൾ സഹിച്ച അനുഭവങ്ങൾ ഈ സാക്ഷ്യത്തിലുടനീളം പറഞ്ഞു. ഏറ്റവും ഒടുവിലായിട്ട് ബീഹാറിൽ സംഭവിച്ചതായ സംഭവവികാസങ്ങൾ, അവിടുത്തെ സുവിശേഷ വിരോധികൾ അവിടുത്തെ ജനത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി കർത്താവിന്റെ ദാസനും കുടുംബവും പ്രവർത്തിച്ചപ്പോൾ അവരുടെ ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി, അവരുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, അവരുടെ ശാരീരിക സൗഖ്യത്തിന് വേണ്ടി, അവരുടെ എല്ലാ മേഖലകളിലും ഉന്നമനത്തിന് വേണ്ടി അവരിൽ ഒരാളെ പോലെ അവിടെ പ്രവർത്തിച്ചപ്പോൾ അവര് നമ്മളെ കണ്ടത് മറ്റൊരു നിലയിലായിരുന്നു. അവർ നമ്മളെ കണ്ടത് മതപരിവർത്തനക്കാരെന്നും മറ്റു പല നിലകളില് ആക്ഷേപങ്ങൾ ഉയർത്തി അവരവിടെ നിന്ന് പിടിച്ചു, ദേഹോപദ്രവം ചെയ്തു. ദേവദാസനെ, സഹോദരിയെ, മറ്റ് സഹോദരങ്ങളെ ഒക്കെ ഉപദ്രവിച്ചതും നിങ്ങളെ ആക്ഷേപിച്ചതും നിങ്ങളെ റോഡിലൂടെ വലിച്ചിഴയ്ക്കുന്നതുമായ വീഡിയോ ലോകശ്രദ്ധ ആകർഷിച്ചതായ ഒരു സംഭവമായിരുന്നു. എല്ലാവരുടെയും കണ്ണിൽ ഈറനണിച്ചതായ ആ സംഭവം, ആയിരക്കണക്കിന് ജനങ്ങൾ ആ സംഭവം ഉണ്ടായ സമയത്ത് നിങ്ങളെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ ഇടയായി തീർന്നു. എന്നാൽ ഇന്ന് കർത്താവിന്റെ ദാസൻ ആ അനുഭവങ്ങളും ഓർമ്മകളും ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയുമ്പോൾ ആ വേദന ഒന്നും ഓർക്കുന്നില്ല, ആ നിന്ദകളും അപമാനങ്ങളും ഒന്നും ഓർക്കുന്നില്ല, ആ ഭീകരമായ നിമിഷങ്ങൾ ഓർക്കുന്നില്ല. പകരം മുന്നിൽ നിന്നതായ കർത്താവിന്റെ സ്നേഹം, കർത്താവിന്റെ വചനം, അത് സഹിപ്പാനിടയായി തീർന്ന ദൈവത്തിന്റെ കൃപയുടെ വാക്കുകളാണ് ദൈവദാസന്റെ വാക്കുകളിലൂടെ, പ്രാർത്ഥനയിലൂടെ, ഓരോ സാക്ഷ്യവചനങ്ങളിലൂടെയും നിഴലിച്ചു നിൽക്കുന്നത്. അഥവാ ഒന്നുകൂടി ഇറങ്ങിപ്പറഞ്ഞാൽ ആത്മാക്കളെ കുറിച്ചുള്ള ആത്മഭാരമാണ് ഇപ്പോഴും ഹൃദയത്തിൽ തെങ്ങി നിറയുന്നത് എന്ന് സാക്ഷ്യം കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. ദൈവദാസനെ പലരുടെയും ജീവിതത്തിൽ എല്ലാം തികഞ്ഞിട്ട്, എല്ലാം ഉണ്ടായിട്ട് സുവിശേഷ വേല ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ, എല്ലാ അറിവും എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടും അത് ചെയ്യാതെ ഇരിക്കുമ്പോഴും ദൈവദാസൻ പറഞ്ഞു, എനിക്ക് വലിയ കഴിവില്ല, എനിക്ക് വലിയ പിടിപാടില്ല. പക്ഷെ ദൈവസന്നിധിയിൽ കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ കർത്താവ് ശക്തമായി ഉപയോഗിക്കുവാനിടയായി തീർന്നു. തിരുവെഴുത്തുകൾ കർത്താവായ യേശുക്രിസ്തു പറയുന്നത് ഇങ്ങനെയാണ്: ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചാകുന്നു എങ്കിലോ അത് ഏറെ ഫലം പുറപ്പെടുവിക്കുവാനിടയായി തീരും. ബീഹാറില് 300-ലധികം ആളുകളെ സ്നാനപ്പെടുത്തുവാൻ കർത്താവ് കൃപ ചെയ്തു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല.
അതുപോലെ ഓരോ കൂട്ടായ്മയിലും അനേക പ്രിയപ്പെട്ടവരെ കൂടി വന്ന് കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ആത്മീയ കൂട്ടായ്മകൾക്ക് ആരംഭം കുറിക്കുവാൻ കർത്താവ് ഉപയോഗിച്ചു എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. ദൈവദാസൻ വിതച്ച വിത്ത്, നിങ്ങൾ നടന്നതായ, നിങ്ങളുടെ കാൽച്ചുവടുകൾ പതിഞ്ഞതായ ദേശം ഇന്നല്ലെങ്കിൽ നാളെ, നിങ്ങൾ സഞ്ചരിച്ചതായ ഇടങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ അവിടെയൊക്കെയും വലിയൊരു കൊയ്ത്ത് നടക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ടത് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അടുത്ത തലമുറകളില് കർത്താവിന്റെ നാമം ആ ദേശങ്ങൾ ഉയർത്തപ്പെടുമ്പോൾ അത് വലിയൊരു പ്രതിഫലം ദൈവദാസനും കുടുംബത്തിനും സ്വർഗത്തിലെ ദൈവം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. നിങ്ങൾ പട്ടിണി കിടന്നത്, നിങ്ങൾ കണ്ണുനീരൊഴുക്കിയത്, നിങ്ങൾ വാടക കൊടുക്കുവാൻ കഴിയാതെ ഇരുന്നത്, നിങ്ങൾ കുഞ്ഞിന് ഫീസ് കൊടുക്കാൻ കഴിയാതെ ഇരുന്നത്, വേണ്ടതുപോലൊരു വസ്ത്രം ധരിക്കുവാൻ കഴിയാതെ ഇരുന്നത് ഒക്കെ സ്വർഗത്തിലെ ദൈവം കണ്ടു എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വച്ചിരിക്കുന്ന ആ മഹാപ്രതിഫലം അതാർക്കും ആമേനെ അത് അപഹരിക്കുവാൻ കഴിയാത്തതാണ്, ആർക്കും എടുക്കാൻ കഴിയാത്തതാണ്. അത് നിങ്ങൾക്ക് മാത്രം കർത്താവ് ഒരുക്കി വച്ചിരിക്കുന്നത് കൊണ്ട് ആ ഒരു വലിയ പ്രതിഫലത്തിനായി ആമേനെ മുന്നോട്ടുള്ളതായ യാത്രയിൽ കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. അതിനായി സൗഖ്യം, സന്തോഷം, ആരോഗ്യം, ബലം, ഏറെ അവസരങ്ങൾ കുടുംബമായി കർത്താവ് ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സമയം വേർതിരിച്ച്, എനിക്കറിയാം ഒത്തിരി പരിമിതികൾ ഉണ്ടായിരുന്നിട്ടും ആമേനെ മറ്റൊരു സാഹചര്യത്തില് ആമേനെ ഈ സമയം കർത്താവിനെ മഹത്വപ്പെടുത്താൻ സാക്ഷ്യം പറയുവാൻ കർത്താവിന്റെ ദാസൻ താല്പര്യം കാണിക്കുകയും അങ്ങനെ ഈ സാക്ഷ്യം ആമേനെ പറയുവാനും കർത്താവ് കൃപ ചെയ്തല്ലോ. ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ TV പ്രേക്ഷകരെ, ദൈവദാസന്റെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഈ കുടുംബത്തെ, ഈ ദൈവദാസനെ, അവരുടെ പ്രവർത്തനത്തെ നമുക്ക് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അവരുടെ ജീവിതാനുഭവങ്ങൾ നമ്മൾ കണ്ടു, കേട്ടു. സ്തോത്രം. ഒരു പക്ഷെങ്കിൽ ആ വീഡിയോ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവാം, കണ്ടിട്ടില്ലാത്ത പ്രിയപ്പെട്ടവരുണ്ടാവാം. ഞാൻ പറയട്ടെ, നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിച്ച, വല്ലാതെ നമ്മെ സ്പർശിച്ചതായ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നുപോയ ആ നിമിഷങ്ങൾ ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു. ഈ കുടുംബത്തെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. കർത്താവ് അവരെ സഹായിക്കട്ടെ. ഈ സാക്ഷ്യം നിങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. അനേകർ കേട്ട് അനുഗ്രഹിക്കട്ടെ, കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. അനേക പ്രിയപ്പെട്ടവർ ബീഹാറിലേക്ക് പോകുവാൻ, വടക്കേന്ത്യയുടെ ഗ്രാമങ്ങളിലേക്ക് പോകുവാൻ പ്രചോദനമായി തീരട്ടെ. ദൈവനാമം മഹിമപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ഇന്നും വടക്കേന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ സുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളുന്നവരുടെ സാഹചര്യം മറിച്ചൊന്നല്ല, ഇതിലും വളരെ ഗുരുതരമായ സാഹചര്യങ്ങളിലൂടെ ഇപ്പോൾ കടന്നു പോവുകയാണ്. നമ്മുടെ സമസൃഷ്ടങ്ങളായ കർത്താവിന്റെ ദാസന്മാരിൽ ഒരാള് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടു. ഒറീസയിൽ അദ്ദേഹത്തെ കെട്ടിയിട്ട് അദ്ദേഹത്തെ ചാണകം തീറ്റിക്കുന്നതായ, അതിദയനീയമായ, അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നതായ സാഹചര്യങ്ങളൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ഉണ്ടായി. സംഭവങ്ങൾ, സാഹചര്യങ്ങൾ നമുക്ക് പ്രതികൂലമായി തീരുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ക്രൂശിൽ ഒരു പാപവും ചെയ്യാത്തവനെ, ഒരു ദോഷവും ചെയ്യാത്തവനെ ക്രൂശിച്ച് കൊന്ന ഈ ലോകത്തിന് ഇതിൽ പരം, ഇതിനേക്കാൾ വലുതായിട്ടൊന്നും നമുക്ക് തരാനില്ല. ഇതൊക്കെ തന്നെ നമുക്ക് അവരിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ മതി. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെ ക്രൂശിച്ചാലും നമ്മളെ കൊന്നാലും നമ്മൾക്കൊരു പുനരുത്ഥാനമുണ്ട്, നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ആ ഒരു പ്രതീക്ഷ നമ്മിൽ ഉള്ളത് കൊണ്ട് ഏത് കഷ്ടവും സഹിക്കുവാൻ കർത്താവ് നമുക്ക് കൃപമേൽ കൃപ പകരുമാറാകട്ടെ. ഈ സാക്ഷ്യം ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ നടക്കുന്ന ഓൺലൈൻ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടിക്കാണും വരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ
aroma matrimony 2020@gmail.com.